നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇപ്രകാരം ഒരു വിലപ്പെട്ട സമയം ഞങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാനിച്ചതോർത്ത് സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാത്ത ദേശത്ത് നിർഭയമായി വസിപ്പാൻ നിങ്ങളെ എത്രത്തോളം സഹായിച്ചല്ലോ. രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിലവിളി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണല്ലോ ഇത്. ഈ സമയത്ത് ഞങ്ങൾ തന്ന സ്വസ്ഥതയ്ക്കായി നന്ദിയോടെ സ്തോത്രം, ആശ്വാസത്തിനായി നന്ദിയോടെ സ്തോത്രം, നടത്തിപ്പുകൾക്കായി നന്ദിയോടെ സ്തോത്രം, പ്രൊട്ടക്ഷനായി നന്ദിയോടെ സ്തോത്രം. നിന്റെ കരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. നാളുകളായി കർത്താവേ, ഈ പ്രദേശത്ത് നിന്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു സമയം ഞങ്ങൾ തിരഞ്ഞെടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളെ തളർത്തുവാൻ ശത്രു ശ്രമിച്ച സ്ഥാനങ്ങളിലൊക്കെ നീ ഞങ്ങളെ ജയത്തോടെ നടത്തി ഇങ്ങനെ ഒരു അവസരം തന്നെ ഞങ്ങളെ മാനിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദേശത്തോട് സുവിശേഷം അറിയിക്കേണ്ട ചുമതല കർത്താവെ നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദേശത്തിൻ്റെ കാവൽക്കാരായി ഞങ്ങളെ വിളിച്ചിരിക്കുന്നു ഞങ്ങൾ അറിയുന്നു. കാലാകാലങ്ങളിലായി അത് ചെയ്യുവാൻ ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. ഈ നാളുകളിൽ കർത്താവെ നീ ഞങ്ങളെ വിളിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 16 വർഷത്തിൽ അധികമായി കർത്താവെ ഈ ദേശത്ത് പ്രഘോഷിച്ചുകൊണ്ടിരുന്നതായ ഹൂസ്റ്റൺ പ്രയർ ഫെലോഷിപ്പ് പ്രൈസ് ദി ലോർഡ് അത് മുടങ്ങിപ്പോവാനിടയാകാതെ വണ്ണം ഇങ്ങനെ ഒരു അവസരം തന്ന് മാനിച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ മുഖാന്തരങ്ങളെയെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരങ്ങളിൽ താഴ്ച സമർപ്പിക്കുന്നു. ജനത്തെ കൂട്ടി വരുത്തണമേ, കേൾവിക്കാരെ ഒരുക്കണമേ. ഹല്ലേലൂയ വചനം സംസാരിപ്പാൻ ദാസന്മാരെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്നിടത്തൊക്കെ ഹല്ലേലൂയ ദൈവശക്തി വ്യാപരിപ്പാനിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പട്ടണത്തിന്റെ കാവൽക്കാരാണ്. കാവൽക്കാരാ രാത്രി എന്തായി എന്ന് ചോദിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ രാത്രിയും പ്രഭാതവും വന്നിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ രാജ്യത്ത് കർത്താവെ സമയം അറിഞ്ഞ് ദേശത്തിന്റെ അവസ്ഥ അറിഞ്ഞ് വിളിച്ചു പറയുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഈ സന്ധ്യാമത്തിൽ ഇങ്ങനെ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ ഇടയാക്കിയ എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. നിന്റെ നായകത്വം വലിക്കുന്ന കർത്താവെ ചുമതലകളെ ഏറ്റെടുത്ത് ചെയ്യുന്ന കർത്തദാസന്മാരെ പ്രത്യേകാൽ ഓർക്കുന്നു. പ്രത്യേകാൽ ബ്രദർ പി കെ തോമസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ ദാസന്റെ അധ്വാനങ്ങൾ ഹല്ലേലൂയ ഇതിന്റെ പിന്നിൽ വളരെയായിരുന്നു ഞങ്ങൾ അറിയുന്നു. കർത്താവെ നിന്റെ സ്നേഹത്തിൽ നിന്ന് ചെയ്യുന്നതായ ഈ ശുശ്രൂഷ നിന്റെ ദാസനെ നീ മാനിക്കണമേ. ആയുസ് ആരോഗ്യം നീട്ടിക്കൊടുത്ത് ഇത്രത്തോളം നടത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ യോഗത്തിലൂടെ വിടുതൽ പ്രാപിച്ചൊന്ന് കേൾക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ നീടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദിയോടെന്തും കൂടെ ഇരുന്ന് നടത്തി ഭരിച്ചാട്ടെ. തിരുനാമ നിന്റെ മക്കളുടെ മഹത്വം എടുത്താട്ടെ. പ്രാർത്ഥന കേൾക്കുന്നവന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 16 വർഷങ്ങൾ ഈ മീറ്റിംഗ് ഹൂസ്റ്റണിൽ നടക്കുവാൻ ഇടയായി. ഇതിന്റെ തുടക്കം മുതൽ അതിലൊരു പങ്കാളിയായിരിക്കാൻ കർത്താവ് എനിക്കും അവസരം തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നോടൊപ്പം ഇതിന്റെ തുടക്കം കുറിച്ചിരുന്ന ബ്രദർ ബായ് നിത്യതയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ അധ്വാനമാണ് ഇതിന്റെ തുടക്കം. പ്രൈസ് ലോർഡ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. പ്രൈസ് ലോർഡ്. ദേശത്തോട് സുവിശേഷം അറിയിക്കാനുള്ള തന്റെ താല്പര്യം ഹല്ലേലൂയ വെളിപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാക്കൂട്ടം വിളിച്ചുകൂട്ടത്തിൽ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ഈ മീറ്റിങ്ങുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അത് ഏറ്റെടുക്കുവാൻ പലരും എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് ചിന്തിച്ച സമയങ്ങളുണ്ട്. എന്നാൽ പ്രിയ കർത്താവിന്റെ ദാസൻ ബ്രദർ പി കെ തോമസിനെ ആ ചുമതല കർത്താവ് ഏൽപ്പിച്ച് ഇന്നത് വളരെ ഭംഗിയായി ഓരോ വർഷവും കഴിയും തോറും വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് മുൻപോട്ട് പോകുന്നു എന്ന് പറയുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഓ ഹല്ലേലൂയ. ദൈവമഹത്വം ഇറങ്ങുന്ന ദിവസങ്ങളായിരിക്കട്ടെ. ഹല്ലേലൂയ. ജനം ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരങ്ങൾ കർത്താവെ ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. കേൾവിക്കാരെ അവിടെ ഇവിടെയായി നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇപ്പോൾ പാട്ട് പാടുന്നവർ മുമ്പോട്ട് കടന്നു വന്ന് മ്യൂസിക് ഗ്രൂപ്പ് പാട്ട് പാടുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത്ഭുതമേശുവിൻ
വരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ അത്ഭുതബലത്താലോ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ അത്ഭുതബലത്താൽ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഭൂമരെല്ലാം സ്തുതി മുഴക്കും. മുടന്തുള്ളവർ കുതിച്ചുയരും, ഭൂമരെല്ലാം സ്തുതി. ചേർന്ന് പാടി അത്ഭുതമേശുവിൻ അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാൻ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ചേർന്ന് പാടിയേ. മായായിമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം. മായായിമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാം എന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനാൻ. നായകനാം എന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. അവസാനമായി ചേർന്ന് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. പ്രത്യാശയോടെ ചേർന്ന് എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. 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 Hallelujah. We worship you, Lord. Thank you, Jesus. ഭാഗ്യനാട്ടിൽ ചെന്ന് എന്റെ പ്രിയനോടൊത്ത് ആ കർത്താവിനെ സ്തുതിക്കുമെന്ന് പ്രത്യാശയുള്ള ജനം അക്ഷരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. Hallelujah. Thank you, Jesus.
വല്ലഭനായി വെളിപ്പെടുമേ. നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. ഓ തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ അത്ഭുത ബലത്താലോ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ അത്ഭുത ബലത്താൽ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൻ കണ്ണുകൾ തുറക്കും, കാതു കേട്ടിടും ചെകിടർക്കുമേ. മുടന്തുള്ളവർ കുതിച്ചുയരും, ഭൂമരെല്ലാം സ്തുതി മുഴക്കും. ഓ മുടന്തുള്ളവർ കുതിച്ചുയരും, ഭൂമരെല്ലാം സ്തുതി. ചേർന്ന് പാടി അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാൻ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. ഓ രോഗികളും ആശ്വസിക്കും, ഗീതസ്വരം മുഴങ്ങിടുമേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. ഓ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. ചേർന്ന് പാടിയേ. മായായിമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം. മായായിമ്പം വിടുന്നേ എന്റെ ലോകസുഖങ്ങളെല്ലാം. നായകനാം എന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനാൽ. ഓ നായകനാം എന്റെ മന്നനെ ഓർത്തു ഞാൻ തൻ തിരുനാമത്തിനായി. അവസാനമായി ചേർന്ന് ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. പ്രത്യാശയോടെ ചേർന്ന് എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഭാഗ്യനാട്ടിൽ പോകും ഞാൻ, എന്റെ ഭാഗ്യനാട്ടിൽ പോകും ഞാൻ. ഓ ഭാഗ്യനാട്ടിൽ ചെന്നു ശൂദ്ധരോടൊത്തു ഞാൻ യേശുവെ വാഴ്ത്തിയിടുമേ. 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 Hallelujah. We worship you, Lord.
കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. പാട്ടറിയാവുന്നവർ ചേർന്ന് പാടാം. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതെന്മേൽ ചൊരിഞ്ഞു. തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ശബ്ദമുയർത്തി നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. അങ്ങേ സ്തുതിച്ചിടുമെന്നും. ഒരു പ്രാവശ്യം കൂടെ. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാ കൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടുമെന്നും. ഇന്നത്തെ വചനഘോഷണത്തിനായി കർത്താവിൻ്റെ ദാസൻ ജൂബി ഹാൽവിൻ കടന്നു വന്നിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇന്ന് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവിൻ്റെ ദാസൻ വചനത്തിൽ നമ്മോട് സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങിൽ കർത്താവിൻ്റെ തിരുവചനവുമായിട്ടായിരിക്കാൻ കർത്താവ് നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 2005 മുതൽ ഹൂസ്റ്റണിൽ നടത്തിവരുന്ന ഈ റിവൈവൽ മീറ്റിങ്ങിൻ്റെ 15ാമത്തെ മീറ്റിംഗാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രസംഗിക്കുവാൻ എനിക്ക് കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. 2005 IPCയുടെ മുൻ പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ എബ്രഹാം അവരുടെ ബ്രദർ ആരംഭിച്ച ഒരു മീറ്റിംഗാണ് ഈ മീറ്റിംഗ്. 2011 ശേഷം നമ്മുടെ ബഹുമാന്യനായ തോമസ് അങ്കിളാണ് ഈ മീറ്റിംഗ് നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2020 ലോകം മുഴുവൻ കൊറോണ ബാധയാൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് ഈ മീറ്റിംഗ് നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിലെ ഭാരവാഹികളായിരിക്കുന്ന എല്ലാവരെയും, വിശേഷാൽ തോമസ് അങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി ഹൂസ്റ്റണിൽ താമസിച്ച് ജോലിയിലും
സുവിശേഷ വേലയിലും വ്യാപൃതനായിരിക്കുന്ന പ്രിയാങ്കിളിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആഞ്ഞിലിത്താനം ദൈവസഭയുടെ സ്ഥാപകരിൽ ഒരാളുടെ മകനാണ് പ്രിയാങ്കിൾ. അങ്കിളിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മീറ്റിങ്ങിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനമരുളുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ 2 ദിവസത്തെ വചനധ്യാനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം നമ്മുടെ വേദപുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായത്തിലെ ഒടുവിലത്തെ വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 10 മുതൽ 15 വരെയുള്ള വേദഭാഗം. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ആദിയും അന്തവും ആകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഫോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിലെ 65 പുസ്തകങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുന്നു എങ്കിൽ, ഏറ്റവും ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം യേശുക്രിസ്തു ചിലത് വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 65 പുസ്തകങ്ങൾ കൊണ്ട് വേദപുസ്തകം അവസാനിച്ചിരുന്നു എങ്കിൽ, വെളിപ്പാടതിൽ ഉൾപ്പെടുത്താതെ വന്നിരുന്നു എങ്കിൽ, വാസ്തവത്തിൽ വേദപുസ്തകം അപൂർണമായി പോയനെ. വേദപുസ്തകത്തെ പൂർണ്ണമാക്കുന്നത് വെളിപ്പാട് തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം ഒരു ടേക്ക് ഓഫ് പോലെ ആരംഭിക്കുന്നു എങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ ഉലകത്തിലെ സകല സംവിധാനങ്ങളെയും കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾ പറഞ്ഞാരംഭിക്കുന്ന പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകമെങ്കിൽ, വളരെ സേഫായിട്ടുള്ളൊരു ലാൻഡിംഗ് ആണ് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സേഫ് എന്ന് പറഞ്ഞാൽ വിമാനം ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഭൂമിയിലേക്ക് ഇറങ്ങാൻ കഴിയുക, നമ്മൾ ചെല്ലുന്ന ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയുക. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീടാണ് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിനെ സംസാരിച്ചു കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു സേഫ് ലാൻഡിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ഏരിയയിലേക്ക് മൂവ് ചെയ്യുകയാണ്. നമ്മുടെ പ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വെളിപ്പാട് പുസ്തകത്തിൽ അവസാനിപ്പിച്ച് നിർത്തുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവാണ് ആത്മീകന്റെ ഒരു സേഫ് ലാൻഡിങ് എന്ന് വേണമെങ്കിൽ പറയാം. ആശ്വാസത്തിലേക്ക്, സ്വസ്ഥതയിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഒരു സംവിധാനം. അതുകൊണ്ട് തന്നെ ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം കർത്താവായ യേശുവിൻ്റെ 2ാം വരവാണ്. 2ാം വരവെന്നൊന്നില്ലെങ്കിൽ ഉലകത്തിലെ മറ്റു മതങ്ങളെ പോലെ താഴേക്ക് പോകുമായിരുന്നു ക്രിസ്തു മാർഗവും. ക്രിസ്തുമാർഗം ഉലകത്തിലെ മറ്റ് സകല മതങ്ങളെക്കാളും ഉയരത്തിൽ കയറി നിൽക്കുവാനുള്ള കാരണം, അതിലേറ്റവും ഗൗരവമേറിയ പ്രത്യാശയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ്. ആത്മീകൻ മുഴുവൻ, ആത്മീക ലോകം മുഴുവൻ ആവലോടെ കാത്തിരിക്കുന്നത് ആ 2ാം വരവാണ്. 2ാം വരവെന്നൊന്നില്ലെങ്കിൽ വാസ്തവത്തിൽ ഈ ക്രിസ്തുമാർഗം എന്നുള്ളത് അപ്രസക്തമാകുമായിരുന്നു. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് മറ്റൊന്നും പറയുവാൻ നമുക്കുണ്ടാകുമായിരുന്നില്ല. 2ാം വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വേദപുസ്തകം പറഞ്ഞത് സേഫ് ലാൻഡിംഗ് എന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ, ആ ലാൻഡിങ്ങിൽ കർത്താവ് ഓർപ്പിക്കുന്നത്, ഇതാ ഞാൻ വേഗം വരുവാൻ പോകുന്നു. ഉലകത്തിൽ യേശുക്രിസ്തു പോയതിന് ശേഷം ക്രിസ്തു വരികയില്ലെന്നും ക്രിസ്തു വരുന്നതിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചും ഒരുപാട് പഠിപ്പിക്കലുകൾ നമ്മുടെ മുൻപിലുണ്ട്. ഞാൻ അവകളിലേക്കൊന്നും തൽക്കാലം കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ആത്മീകൻ, രക്ഷിക്കപ്പെട്ടവൻ, അവൻ നിശ്ചയമായും പ്രതീക്ഷിച്ചിരിക്കേണ്ടത് കർത്താവിൻ്റെ വരവാണ്. അതിൽ കുറഞ്ഞതൊന്നും നമുക്ക് ആവേശം തരുന്നില്ല, അതിൽ കുറഞ്ഞതൊന്നും നമ്മളെ തൃപ്തിപ്പെടുത്തുന്നില്ല. 2ാം വരവാണ് നമ്മുടെ എല്ലാവരുടെയും പ്രത്യാശ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും ഒടുവിൽ ഇത് വരുവാൻ ഉള്ള കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാ പുസ്തകങ്ങളുടെയും ഏറ്റവും ഒടുവിൽ എഴുതുന്നതാണ് വെളിപ്പാട് പുസ്തകം എന്ന കാര്യം ന്യായമായും നമുക്ക് ഗ്രഹിക്കാം.
AD 96 ഇതിൻ്റെ എഴുത്ത്, നമുക്കെല്ലാവർക്കും അറിയാം. യോഹന്നാൻ അപ്പോസ്തലൻ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായിരുന്നു എന്ന ഒറ്റ കാരണത്താൽ പത്മോസിലേക്കും നാടുകടത്തപ്പെടുകയാണ്. പത്മോസിലേക്കും നാടുകടത്തപ്പെടുന്ന ആ പശ്ചാത്തലം, ആ ദേശം മുഴുവൻ ഭയങ്കര പീഡ നിലനിൽക്കുന്ന ഒരു കാലമാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിരിക്കുന്ന സകലവരെയും ശരിക്കും പീഡിപ്പിക്കുന്ന ഒരു കാലം. റോമൻ ചക്രവർത്തിമാരും അതുപോലെ തന്നെ യഹൂദന്മാരും ഒരുപോലെ ദൈവസഭയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഒരു കാലം. ദൈവമക്കളെ എവിടെ വെച്ച് കിട്ടിയിരുന്നാലും കൂട്ടത്തോടെ കൊന്നിരുന്ന കാര്യം. റോമൻ കൊലോസ്യത്തിലൊക്കെ ജനത്തെ കൂട്ടമായിട്ടിട്ട് മൃഗങ്ങളെ തുറന്നുവിട്ട് അവരെ ഒരുമിച്ച് കൊല്ലുന്നത് കണ്ടു നിന്ന് സന്തോഷിച്ചിരുന്ന കാലം. ഒരുപാട് പീഡനത്തിൻ്റെ മുഖങ്ങൾ നമുക്കറിയാം. ഞാൻ അങ്ങോട്ടേക്കെങ്കിലും കടന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇന്നുള്ള ഈ 66 പുസ്തകങ്ങൾ ഇമ്മട്ടിൽ ലഭ്യമായിട്ടില്ലാത്തൊരു കാലമാണ് AD 96. അന്ന് ദൈവജനത്തിന് ഏറെ പ്രത്യാശ നൽകുന്ന വചനങ്ങൾ എന്ന് പറയാൻ കഴിയുന്നത് പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങളുണ്ട്. പൗലോസ് എഴുതിയ ചില ലേഖനങ്ങൾ എല്ലാ സഭയ്ക്കും ഒരുപോലെ ലഭ്യമായിട്ടില്ലെന്ന് നമ്മൾ അറിയണം. കുറച്ച് പേർക്കെങ്കിലും അത് ലഭ്യമായിട്ടുണ്ട് താനും. അങ്ങനെ എല്ലാവർക്കും ലഭ്യമായിട്ടില്ലാത്തതും കുറച്ചു പേർക്ക് മാത്രം ലഭ്യമായിട്ടുള്ളതും എന്ന് പറഞ്ഞാൽ കുറച്ച് ഭാഗങ്ങളായി, പാച്ച്മെന്റ്സായി ലഭ്യമായിട്ടുള്ളതുമാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു കുത്തിക്കെട്ടത്തക്ക രൂപത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഴുവൻ പുസ്തക രൂപത്തിൽ അവർക്കാർക്കും ലഭ്യമായിട്ടില്ല. അന്ന് അവർക്ക് ശക്തി പകരുന്നത്, അവർ മുമ്പിൽ ഫേസ് ചെയ്യാൻ നിൽക്കുന്ന പീഡകളെ മുഴുവൻ സഹിക്കുവാൻ ആ ജനത്തിന് കൃപ പകർന്നിരുന്നത് സ്വർഗത്തിലെ ദൈവം അവരുടെ മേൽ പകർന്നിരുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സ്വർഗീയ പ്രത്യാശയിൽ ജീവിച്ചിരുന്ന ആ ജനത്തിന് ശക്തിക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അവർക്ക് അഭിഷേകത്തിന് മറ്റൊന്നിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ദൈവകൃപയ്ക്ക് നിലനിൽക്കുവാൻ അവർക്ക് ദൈവകൃപ സ്വർഗത്തിൽ നിന്ന് അളവില്ലാതെ കർത്താവ് പകർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ധൈര്യത്തോടെ ആ പീഡകളെ നേരിട്ടു എന്ന് നമുക്ക് മനസ്സിലാകണം. പക്ഷേ ആ പീഡയിൽ ആദ്യത്തെ 30 കൊല്ലം അങ്ങോട്ട് കഴിയുമ്പോൾ പീഡയുടെ ഉഷാറ് വർദ്ധിക്കുകയും ആദ്യത്തെ തലമുറകൾ കുറെ മാറി വരികയും പുത്തൻ തലമുറ കൃപയിലേക്ക് കയറി വരികയും ചെയ്യുമ്പോൾ കൃത്യമായും ആ ജനത്തിൻ്റെ ഇടയിൽ ഒരു ക്ഷീണമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്ന പീഡ ഞങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തിനാണ് നാം ഈ പീഡ അനുഭവിക്കുന്നത്? ഇതിൻ്റെ അപ്പുറത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യം പ്രത്യാശയിൽ ഒരു അല്പമെങ്കിലും കുറവുള്ള ജനത്തിന് മേലിൽ സംഭവിക്കാനിരിക്കുന്നവകളെ കുറിച്ചുള്ള കൃത്യമായ ധാരണ കൊടുക്കുവാനാണ് യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുവിലൂടെ ദൂതൻ മുഖാന്തിരം യോഹന്നാൻ അപ്പോസ്തലന് പത്മോസിൽ സന്ദേശം അറിയിച്ചു കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന കൃത്യമായ ബോധ്യം ജനത്തിനുണ്ടാകണം. ഉണ്ടായാൽ മാത്രമേ ജനത്തിന് ധൈര്യത്തോടെ നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ഏഷ്യ മൈനറിൽ അന്ന് പരക്കെയുണ്ടായിരുന്ന 7 സഭകളെ എടുത്തിട്ടാണ് അവർക്ക് സന്ദേശം കർത്താവ് അയക്കുന്നത്. ആ സന്ദേശമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതിവൃത്തം കർത്താവിൻ്റെ 2ാം വരവും അനന്തര സംഭവങ്ങളുമാണ്. എല്ലാ മേഖലകളിലേക്കും എനിക്ക് കടക്കാനാവില്ല. ഞാൻ ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗം വരും. അന്നത്തെ വേദനിച്ച് നിൽക്കുന്ന ജനത്തിന് ധൈര്യം പകരുവാൻ കർത്താവ് പറഞ്ഞത് മാത്രമല്ല, എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്, കർത്താവിന് വേണ്ടി മാറി നിൽക്കുന്ന, വില കൊടുത്ത് മാറി നിൽക്കുന്ന ജനത്തിന് സംഭവിക്കാൻ പോകുന്ന മേന്മ എന്താണ്, അല്ല രക്ഷപ്പെടാത്ത ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ എന്താണ്, ഇത് രണ്ടും ഒരുപോലെ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ വിശദീകരിച്ചിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിൽ കാര്യങ്ങൾ സമാപിച്ചനന്തരം, പുതിയ ഭൂമിയിൽ വാസം ആരംഭിച്ചനന്തരം കർത്താവ് പറയുകയാണ്, ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ട് അതിൻ്റെ ഫെയർവെൽ എന്ന സന്ദേശം എന്ന മട്ടിന് കർത്താവ് പറയുകയാണ്, ഇതാ ഞാൻ വേഗം വരുവാൻ പോവുകയാണ്. ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവാണ് നമ്മുടെ പ്രത്യാശയെങ്കിൽ, ആ പ്രത്യാശയിലേക്ക് പോകുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചൊരുക്കിയിരിക്കുന്നതെങ്കിൽ, ആ പോകുന്ന ജനം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് കർത്താവ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ. ആ അധ്യായത്തിൽ ചില കാര്യങ്ങളാണ് ഞാൻ ഈ 2 ദിവസങ്ങളിലായി നിങ്ങളുമായി സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനം എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള റിക്വയർമെന്റ്സ്, എന്താണ് അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകതകൾ, അവകളെക്കുറിച്ച് വളരെ കൃത്യമായി സംസാരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിലെ 2-3 അധ്യായങ്ങൾ. ഞാൻ നേരത്തെ ഓർപ്പിച്ചിരുന്നു, ഏഷ്യ മൈനറിലെ 7 സഭകൾ. ആ 7 സഭകളിൽ പ്രധാനപ്പെട്ടതും ഒന്നാമത്തതുമായ സഭ എഫെസോസ് സഭ. ആ സഭയിലെ ശുശ്രൂഷകനായി തന്നാണ്ടിൽ അവിടെ ആയിരിക്കുന്നത് യോഹന്നാൻ അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ നാടുകടത്തപ്പെട്ട്, കർത്താവിൻ്റെ സാക്ഷിയായത് കാരണം നാടുകടത്തപ്പെട്ട് പത്മോസിൽ കിടക്കുമ്പോൾ അവിടെ കിടക്കുന്ന
യോഹന്നാന് കർത്താവ് കൊടുക്കുന്ന സന്ദേശമാണ് എഫെസോസിന് മാത്രമല്ല, അയാളോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന, ആ സഭയോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന 7 സഭകളെയും ചേർത്തുകൊണ്ട് പറയുവാൻ ആവശ്യപ്പെടുകയാണ്. ആദ്യ നൂറ്റാണ്ടിൽ ആരംഭിച്ച സഭകൾ 30 കൊല്ലം മുമ്പിലേക്ക് മാറുമ്പോൾ ചില സഭകളെങ്കിലും ക്ഷീണിക്കുവാൻ ആരംഭിച്ചു. ആ ക്ഷീണത്തിന്റെ നടുവിൽ ദൈവം അവരെ പറഞ്ഞ് ബലപ്പെടുത്തുന്നത്, ദൈവം അവരെ അവരെന്താണ് ശരിയാകേണ്ടത് എന്നതിനെ കുറിച്ച്, എവിടെയൊക്കെയാണ് അമെൻഡ്മെന്റ് വേണ്ടത് എന്നതിനെ കുറിച്ച്, എന്തൊക്കെയാണ് അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കർത്താവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ യോഹന്നാന് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് വെളിപ്പാട് പുസ്തകം. അതിൽ 7 സഭകൾക്കുമുള്ള സന്ദേശമുണ്ട്. ചിലരെങ്കിലും പറയാറുണ്ട് ആ 7 സഭകളിലെയും സന്ദേശം നമുക്ക് ബാധകമല്ല, ലവോദിക്ക സഭയുടെ മാത്രമാണ് ബാധകം. കാരണം അവർ പറയുന്നത് ഇതിനെ കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുകയാണ്. എഫെസോസ് ആദ്യ കാലഘട്ടം, സ്മുർണ അതിനുശേഷം വരുന്നത്, പെർഗമോസ് അതിനുശേഷം വരുന്നത്, അങ്ങനെ തുയഥൈരയും സർദീസും ഫിലദൽഫിയയും ലവോദിക്കയുമായി 7 കാലഘട്ടങ്ങളായി തിരിച്ചാണ് മിക്കവാറും പേര് പഠിപ്പിക്കുന്നത്. അത് തെറ്റെന്ന് നമുക്ക് പറയാനാവില്ല. ഏതായാലും 7 കാലഘട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമല്ലത്. കാരണം യോഹന്നാന്റെ കാലഘട്ടത്തിൽ ആ ദേശത്തുള്ള സഭകൾ 7 ആ സഭകൾക്ക് മുഴുവൻ പറയുന്ന സന്ദേശമാണത്. കാരണം ഓരോ സഭയുടെ സന്ദേശം പറഞ്ഞ് അവസാനിക്കുമ്പോഴും കർത്താവ് പറയുന്ന, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ, എഫെസോസിന് സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അത് എഫെസോസിന് മാത്രമുള്ള സന്ദേശമായിരുന്നെങ്കിൽ കർത്താവ് പറഞ്ഞേനെ എഫെസോസുകാർ കേൾക്കട്ടെ. അല്ല, എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറയുമ്പോഴും അതിന്റെ ഒടുവിൽ കൺക്ലൂഡിംഗ് പാസേജിൽ ഇങ്ങനെയാണ് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വത്രം 7 സഭകൾക്കും സന്ദേശം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എല്ലാ സഭകൾക്കുമുള്ള താക്കീതായി തന്നെയാണ് അത് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യ നൂറ്റാണ്ടിലുള്ളവർക്ക് വേണ്ടി എഫെസോസിന് പറഞ്ഞിരിക്കുന്ന സന്ദേശമെന്നും ഇക്കാലഘട്ടത്തിലുള്ളവർക്ക് വേണ്ടി ലവോദിക്ക സന്ദേശമെന്നും മാറ്റിവെക്കരുത്. ഉലകത്തിലെ കാലത്തും എമ്പാടും താമസിക്കുന്ന സകല ജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സകലവർക്കുമുള്ള സന്ദേശമാണ് 7 സഭകളുടെയും സന്ദേശം. അതിൽ നിന്നൊരു ചീള് പോലും മാറ്റിവെക്കുവാൻ നമുക്കാവില്ല. അവറ്റകൾ മുഴുവൻ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിക്കുന്നതാണ്. എഫെസോസിൻ്റെത് നമുക്ക് ബാധകമാണ്, 7 സഭകളുടേതും ഒരുപോലെ നമുക്ക് ബാധകമാണ്. 7 സഭകളിലും എന്തൊക്കെ ഉണ്ടോ അത് നമുക്കുണ്ടാകണം. 7 സഭകൾക്കും എന്തൊക്കെ ഇല്ല, എന്തൊക്കെ അമെൻഡ്മെന്റ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ആ അമെൻഡ്മെന്റ് നമുക്കുണ്ടാകണം. 7 സഭകൾക്ക് എന്തൊക്കെ തിരുത്തലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ആ തിരുത്തലുകൾ നമുക്ക് ആവശ്യമാണ്. 7 സഭകളിലൂടെയും കർത്താവ് തൻ്റെ കാന്ത എങ്ങനെ ഒരുങ്ങണം എന്ന് പഠിപ്പിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി, നമ്മൾ അതുവരെ പോയിട്ടുള്ള എല്ലാ കല്യാണങ്ങളെയും നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കല്യാണങ്ങളിൽ ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള കുറവുകൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. അപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ ക്രമീകരിക്കുന്ന കല്യാണത്തിന് നമ്മൾ അതുവരെ പോയിട്ടുള്ള സകല കല്യാണങ്ങളിലും ഉണ്ടായിട്ടുള്ള നല്ലവകളെ നമ്മുടെ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ കുറവ് തീർത്ത് മേന്മകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ക്രമീകരിക്കുന്ന കല്യാണം ക്ഷേമമാക്കാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ശുശ്രൂഷകനെ, മിടുക്കനായ ഒരാളിനെ ക്ഷണിക്കും, ക്യാമറക്കാരെ അങ്ങനെയുള്ളവരെ ക്ഷമിക്കും, കാറ്ററിംഗ് സർവീസുകാരെ അങ്ങനെയുള്ളവരെ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണത്തിന് കൊണ്ടുവരുന്ന മുഴുവൻ ആൾക്കാരെയും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളവരെ കൊണ്ടുവരുവാനുള്ള കൃത്യമായ ശ്രമം നമ്മൾ നടത്തും. അതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തു 7 സഭകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് എന്തൊക്കെ കുറവ് തീർത്ത് എത്രയൊക്കെ വ്യത്യാസം വരുത്തി ദൈവസഭയ്ക്കകത്തൊരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതിലൊന്നാമത്തെ സഭയാണ് എഫെസോസ് സഭ എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ സന്ദേശം ആ സഭയിലേക്ക് കടത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ 2ാം വരവാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ എന്ന് പറയുന്നത്. കർത്താവ് തന്നെ, യേശുക്രിസ്തു തന്നെ ഭൂമിയിൽ വന്ന് അല്ലെങ്കിൽ വെളിപ്പെട്ട് വന്ന് യോഹന്നാനോട് പറയുന്ന ക്രമീകരണങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവിന് പോകാൻ ഇറങ്ങി തിരിച്ചവർക്ക് ഉണ്ടാകേണ്ടുന്ന അത്യാവശ്യം ക്രമീകരണങ്ങൾ. മുഴുവൻ പറയാനാവില്ലെന്ന് നിങ്ങൾക്കും എന്നെപ്പോലെ തന്നെ ബോധ്യമാണ്. എങ്കിലും എന്നെ കൊണ്ട് ആകുന്നിടത്തോളം ഞാൻ അവതരിപ്പിക്കുവാനാണ് കർത്താവിൽ ശ്രമിക്കുന്നത്. അതിലൊന്നാമത്തെ സഭ എഫെസോസിലെ സഭയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിലാണ് എഫെസോസിലെ സഭയ്ക്ക് കർത്താവ് ദൂത് പറയുന്നത്. ഞാൻ ആ സഭയെക്കുറിച്ച് ഒന്ന് വായിച്ചതിന് ശേഷം ആ സഭയ്ക്കുള്ള സന്ദേശം ഞാൻ ഓടിച്ചു പറയാം. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. 2-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക.
7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലോപ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. എഫെസോസിലെ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുന്നതാണ് നമുക്ക് എഫെസോസിലെ സഭയെക്കുറിച്ച് കിട്ടുന്ന ഒരു കൃത്യമായ സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ ആ ഭാഗം നാളെ സംസാരിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. ഇവിടെ എഫെസോസിലെ സഭയ്ക്ക് കർത്താവായ യേശുക്രിസ്തു സന്ദേശം അറിയിക്കുകയാണ്. യേശുവിനെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്ത് കാണുന്നത് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന കർത്താവായിട്ടാണ്. തൻ്റെ വലങ്കയിൽ 7 നക്ഷത്രം പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ക്രിസ്തുവിനെയാണ് നമ്മളവിടെ കാണുന്നത്. ആ ക്രിസ്തു ആ സഭയിലെ ഗുണങ്ങളെ ഹൈലൈറ്റ് ചെയ്യുന്നു, ആ സഭയിലെ തകർച്ചകളെയും ഹൈലൈറ്റ് ചെയ്യുന്നു. എന്താണ് സഭയ്ക്ക് ആവശ്യം എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി കർത്താവ് ആ സഭയോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫെസോസ് സഭ സ്ഥാപിക്കുന്നത് പൗലോസാണ്. അപ്പൊ എഫെസോസിലെ സഭ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാതെ എഫെസോസിലെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുക ശ്രമകരമാണ്. എന്ന് പറഞ്ഞാൽ എഫെസോസിൽ പൗലോസാണ് ദൈവസഭ സ്ഥാപിക്കുന്നത്. അത് പ്രവർത്തികളുടെ പുസ്തകത്തിൽ വളരെ വിശദമായി പൗലോസ് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പൗലോസ് അവിടെ ചെല്ലുന്ന കാലഘട്ടത്തിൽ എഫെസോസിലെ കണ്ടീഷൻ വളരെ പരിതാപകരമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രത്യേകത, ഒന്ന്, അത് ഏഷ്യയുടെ വ്യാപാര നഗരമാണ്. 2, അതൊരു തുറമുഖ പട്ടണമാണ്. 3, അവിടുത്തെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്ന അർത്തമീസ് ദേവിയുടെ അല്ലെങ്കിൽ ഡയാന ദേവിയുടെ അമ്പലമിരിക്കുന്ന ഒരു ടൗൺ ആണ് എഫെസോസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് അത്തരത്തിലൊരു അമ്പലമില്ല എന്ന് നിങ്ങൾ അറിയണം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസിന്റെ അമ്പലമിരിക്കുന്ന ടൗൺ, വിഗ്രഹാരാധന മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ആ ടൗണിൽ പൗലോസ് സുവിശേഷവുമായി പരിശുദ്ധാത്മാവിനാൽ നിർബന്ധിതനായി പോവുകയാണ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു എഫെസോസിന് ദൂത് പറയുമ്പോൾ പറയാണ്, ഞാൻ നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നു, നിങ്ങളുടെ പ്രയത്നം അറിയുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. പ്രവൃത്തി അറിയുന്നതും നമ്മെ ഉള്ളതുപോലെ അറിയുന്നതുമായ ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് എന്ന വസ്തുത നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും കൃത്യത കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ആരായിരിക്കുന്നു എന്ന് കർത്താവിനറിയാം. നമ്മളിലുള്ള കുറവുകളെയും വളർച്ചകളെയും കൃത്യമായി ഗ്രഹിക്കുന്നയാളാണ് നമ്മുടെ കർത്താവ്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനാണ് എന്ന വസ്തുതയും നമ്മൾ മറക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ പൗലോസ് ദൈവസഭ സ്ഥാപിക്കുവാനായി അവിടെ ചെല്ലുമ്പോൾ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്ന് പ്രത്യേകത ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഒരു ട്രേഡ് സെന്റർ ആണ് അവിടെ, വ്യാപാര നഗരമാണ്. വ്യാപാര നഗരവും തുറമുഖവും ഒരു പൈശാചിക ആരാധനയും ഒരുപോലെ മാനം മുട്ട ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലത്തിൽ ദൈവപ്രവൃത്തി നടക്കുക വളരെ പ്രതിസന്ധിയുള്ളതാണ്, വളരെ പ്രയാസമുള്ളതാണ്. പലരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഇവിടെ ഇത്രയും വലിയ ബന്ധനമാണ്. പറയത്തക്ക ബന്ധനമൊന്നുമില്ല, എന്തെങ്കിലും നീർക്കോലി ഉണ്ടെങ്കിൽ പോലും ഭയങ്കര ബന്ധനമാണെന്നാണ് നമ്മുടെ ആൾക്കാർ പറയാറുള്ളത്. ഞാൻ ഒരുപാട് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ദ റൈറ്റ്. ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട വിഷയം. പൗലോസ് അവിടെ ചെല്ലുമ്പോൾ അത്തരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ പോലുള്ളൊരു സിറ്റുവേഷൻ ഉലകത്തിൽ ഒരിടത്തും ഇന്നില്ലെന്ന് നമ്മൾ അറിയണം. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായ അർത്തമീസിന്റെ പ്രത്യേകത, അവള് സെക്സിന്റെയും വാറിന്റെയും പ്രേമത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദൈവമാണ്. സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് കൂടുതൽ
എടുത്തുദ്ധരിക്കുന്ന ഒരാള് ആർത്തമീസാണ്. 2, ലൈംഗികതയിൽ വളരെ താല്പര്യമുള്ളയാളാണ് ആ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം. ഇത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ യുദ്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ള, അല്ലെങ്കിൽ അത് അവകളുടെ ദൈവമാണ് ഈ പറഞ്ഞ ഗോഡസ് ആർത്തമീസ് എന്ന് പറയുന്നത്. അവിടെ പുസ്തകങ്ങളിൽ പറയുന്നത് 10,000-ലധികം അംഗീകൃത, അവിടുത്തെ ദൈവം അംഗീകരിച്ചിരിക്കുന്ന അംഗീകൃത വേശ്യമാർ അവിടെ ലൈംഗിക വൃത്തി ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അംഗീകാരത്തോടെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ എന്ന മട്ടിന്, ദൈവത്തിനോടുള്ള ആരാധന എന്ന മട്ടിന് അവിടെ പാപം നടക്കുന്നുണ്ട്. 10,000-ഓളം അംഗീകൃതമായതുണ്ടെങ്കിൽ 50,000-ലധികം അംഗീകാരം ഇല്ലാത്തത് ആ സിറ്റിയിലുണ്ടെന്നറിയണം. കാശിന്റെ അതിപ്രസരം തുറമുഖമായതുകൊണ്ട് ഉലകത്തിലെ സകല നാട്ടിലെയും ജനം വന്ന് ഇറങ്ങുന്ന ഒരു പ്രത്യേക ഇന്റർ കൾച്ചറൽ സിസ്റ്റം, എല്ലാം കൊണ്ട് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ നടുവിൽ നമ്മുടെ പൗലോസ് അഭിഷിക്തനായി അഭിഷേകത്തോടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ചെല്ലുകയാണ്. പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവിടെ വന്നത് താഴ്മയോടും കണ്ണുനീരോടും കൂടിയായിരുന്നു എന്നാണ്. പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ആ കാര്യം ഓർപ്പിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകത്തിലാണ് ആ കാര്യം ഓർപ്പിക്കുന്നത്. പ്രവർത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, പൗലോസ് ദൈവസഭ സ്ഥാപിച്ച് അവിടെ നിന്ന് പോയി, എഫെസോസിൽ നിന്ന് പോയി. ദൈവസഭകൾ സ്ഥാപിച്ചു, അതിന് ശുശ്രൂഷകന്മാരെ ഏർപ്പാട് ചെയ്തു. പൗലോസ് ദേശം വിട്ടുപോയി. അടുത്ത യാത്ര ഇങ്ങനെ കറങ്ങി പോകുമ്പോൾ എഫെസോസിന് അടുത്ത പട്ടണമായ മെലിത്തോസിലൂടെ പൗലോസ് യാത്ര ചെയ്യുകയാണ്. മെലിത്തോസിലൂടെ താൻ യാത്ര ചെയ്യുമ്പോൾ ഈ എഫെസോസിലെ ആൾക്കാരെ അങ്ങോട്ട് വിളിച്ചു വരുത്തുകയാണ്. കാരണം പൗലോസിന് ചിലത് അവരുമായി ഷെയർ ചെയ്യാനുണ്ട്. പൗലോസിന് ആത്മാവിൽ ബോധ്യമുണ്ട്, ഇറ്റ് ക്യാൻ ബി ദ ലാസ്റ്റ് ജേർണി. അതുകൊണ്ട് പൗലോസ് സ്ഥാപിച്ച സഭയിലെ എല്ലാ വിശ്വാസികളെയും കാണാൻ ഒരു മാസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ തയ്യാറാകാതെ, നമ്മളൊക്കെ അങ്ങനെയാണ് ചെയ്യുക, ഒരു മാസ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക, നല്ലൊരു ഫണ്ട് കളക്ഷൻ നടത്തുക. ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ തലമുറയിൽ ആൾക്കാർ ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്ന കാര്യം. ബർത്ത്ഡേ പോലും ആൾക്കാർ വിടാറില്ല, സഭയുടെ വാർഷിക പരിപാടികൾ പോലും ആൾക്കാർ വിടാറില്ല. ഇതെല്ലാം പല രീതികൾ നടത്തുകയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് എങ്ങും കടക്കുന്നില്ല. അപ്പോൾ ഇവിടെ പൗലോസ് അത്തരത്തിലൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനല്ല പൗലോസ് തയ്യാറാകുന്നത്. പൗലോസിന്റെ ഹൃദയത്തിലെ ഭാരം, പൗലോസിനെ ആണ്ടുകൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു വിട്ട് സുവിശേഷം അറിയിച്ച് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന്റെ കൃപയിലാക്കിയിരിക്കുന്ന ജനത്തെ അടുത്ത തലമുറയ്ക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. വിശ്വസ്തയോടെ കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് അവരെ യാത്രയാക്കണം. പൗലോസിന് ഇനി മരണത്തിലേക്കുള്ള യാത്രയാണ്. അത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകും. പൗലോസ് പറയാണ്, ഇനി നിങ്ങളുടെ ഇടയിൽ ദൈവവചനം പ്രസംഗിച്ച് നടന്നവനായി എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. ദാറ്റ് മീൻസ് ഇനി നിങ്ങൾക്ക് എന്നെ കാണാനാവില്ല. ഞാനിതാ എൻ്റെ പ്രയാണം അവസാനിച്ചിരിക്കുന്നു. ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോവുകയാണ്. ഞാൻ മരിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞ് മരണത്തോടടുക്കുന്ന പൗലോസിനെ നമ്മളവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ പൗലോസ് എഫെസോസിലെ ശുശ്രൂഷകരെ വിളിച്ചു വരുത്തി. അവരോട് പൗലോസ് പറയുകയാണ്, ഞാൻ വളരെ താഴ്മയോടും, 19-ാം വാക്യം, വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു എന്നും. കണ്ടോ? അപ്പോൾ 3 കാര്യങ്ങളാണ് പ്രധാനം. 1, ഞാൻ താഴ്മയോടെ. 2, കണ്ണുനീരോടെ. 3, യഹൂദന്മാരാലുള്ള കഷ്ടതയോടെ. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുണ്ടാക്കിയ കഷ്ടങ്ങളോടുകൂടെ. ഇതിന്റെ 3-ന്റെയും നടുവിലാണ് പൗലോസ് സുവിശേഷം അറിയിച്ചത്. സ്വതന്ത്രം അവിടുത്തെ പ്രധാനം താഴ്മയും കണ്ണുനീരുമാണ്. എവിടെ താഴ്മയുണ്ടോ, എവിടെ കണ്ണുനീരുണ്ടോ, അവിടെ ദൈവപ്രവൃത്തി നടന്നിരിക്കും. അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ. ഞാൻ ചിലത് ചെയ്യാമെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. 2005-ൽ ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇങ്ങനെ 2020-ലാകുമെന്നൊരിക്കലും ബാഹ്യങ്ങൾ ചിന്തിച്ചിരിക്കാൻ സാധ്യതയില്ല. 2011-ൽ തോമസ് അങ്കിൾ ഇതിനെ ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങുമ്പോഴും ഇത് ഇത്തരത്തിൽ ഒരുപാട് പേരുടെ മാനസാന്തരത്തിന് കാരണമായി മാറുന്നൊരു മീറ്റിംഗ് ആയി പിൽക്കാലത്ത് മാറുമെന്ന് ഒരിക്കലും കണ്ടിരിക്കുവാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അന്നവർക്ക് കൊടുത്ത ഹൃദയത്തിൻ്റെ ഭാരം അതങ്ങനെ തന്നെ ചുമ്മിക്കൊണ്ടവർ മുമ്പിലേക്ക് പോയി. ബാക്കി മുഴുവൻ ചെയ്യുന്നത് കർത്താവാണ്. ഉലകത്തിൽ ഏതു ഭാഗത്ത് പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറകിൽ കണ്ണുനീരും അതിൻ്റെ പുറകിൽ താഴ്മയും ഉണ്ടെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി നിശ്ചയമായും നടന്നിരിക്കും. അല്ലാതെ ആരുടെയും മസിൽ പവർ കർത്താവിന് ആവശ്യമില്ല, ആരുടെയും മണി പവർ കർത്താവിന് ആവശ്യമില്ല, ആരുടെയും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കർത്താവിന് ആവശ്യമില്ല. കർത്താവിൻ്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്തെടുക്കുവാൻ കർത്താവ് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് പറഞ്ഞാൽ കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവാണ് വില കൊടുത്തത്, കർത്താവാണ് സഭയെ പണിയുന്നത്, കർത്താവാണ് സഭയെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകുന്നത്, സകലതും ചെയ്യുന്നത് കർത്താവാണ്. അതുകൊണ്ട് അതിനാരുടെയും സഹായം കർത്താവിന് ആവശ്യമില്ല. ഇവിടെ
പൗലോസ് ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ കർത്താവ് പൗലോസിൽ നിന്ന് പ്രതീക്ഷിച്ച 2 കാര്യം പൗലോസിൽ നിറഞ്ഞു നിൽക്കുകയാണ്: താഴ്മയും കണ്ണുനീരും. തൊട്ട് താഴെ പറയുന്നു, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചില്ല. എഫെസോസിലെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമുള്ളതൊന്നും പൗലോസ് മറച്ചു വെച്ചിട്ടില്ല. താഴേക്ക് പറയുന്നു, ദൈവത്തിങ്കലുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും ഞാൻ സാക്ഷിച്ചു. ഇതൊക്കെ പൗലോസിന്റെ ക്വാളിറ്റിയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് പോകണ്ട. 23 പറയുകയാണ്, ഇതാ ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. അപ്പോൾ പൗലോസ് ശുശ്രൂഷ അവസാനിപ്പിച്ച് മരണത്തിലേക്ക് നടന്നു നീങ്ങുന്നതിന് മുമ്പ് പൗലോസ് 24 വാക്യം പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. കേട്ടോ, പ്രാണനെ വിലയേറിയതായി എണ്ണാതെ എഫെസോസിൽ അർത്തമീസിന്റെ മൂക്കിന് കീഴിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്തെടുത്തൊരു മനുഷ്യനാണ് പൗലോസ് എന്ന വസ്തുത നമ്മൾ മറന്നുപോകരുത്. തൊട്ട് മുൻപിലത്തെ അധ്യായം 19-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവിടെ ഉണ്ടായിരുന്ന പൊന്നിന്റെ പണിക്കാരൻ, വിഗ്രഹമുണ്ടാക്കുന്ന പണിക്കാരൻ ദിമിത്രിയോസ് കൂടെ ഉണ്ടായിരുന്ന സകലവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, പൗലോസിനെ ഇങ്ങനെ വിട്ടാൽ നമ്മുടെ ദൈവത്തിന്റെ കാര്യം ആക്ഷേപത്തിലാകും, അതുകൊണ്ട് പൗലോസിനെതിരെ പ്രവർത്തിക്കണം. ദേശം മുഴുവൻ അദ്ദേഹത്തിനെതിരെ ഇളകിയിട്ടും കർത്താവായ ദൈവം പൗലോസിനോട് കൂടെ ഇരുന്നത് കൊണ്ട് പൗലോസിനെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇപ്പോൾ പൗലോസിന് സ്വർഗത്തിൽ നിന്ന് സന്ദേശം കിട്ടിയിരിക്കുന്നു, യുവർ മിനിസ്ട്രി ഈസ് ഗോയിങ് ടു ബി ഫിനിഷ്. നീ മരിക്കാൻ പോവുകയാണ്, നിന്റെ പ്രവൃത്തി അവസാനിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഗെറ്റ് റെഡി ടു ഗോ ടു ജെറുസലേമിലേക്ക് പോകാം. ആ പോകുന്ന പോക്കിന് തൻ്റെ കൂടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന, അല്ലെങ്കിൽ താൻ വിളിച്ചിറക്കിയിരുന്ന ശുശ്രൂഷകരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ യെരൂശലേമിലേക്ക് പോവുകയാണ്. അടുത്ത് പറയുന്നതാണ്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ നടന്നവനായ എൻ്റെ മുഖം നിങ്ങൾ ഇനി കാണുകയില്ല. 26 മുതലാണ് എനിക്ക് പറയാനുള്ള വാക്യം. 26, അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, കേട്ടോ, വളരെ പ്രധാനമാണ്. ശുശ്രൂഷകന്മാരെ വിളിച്ചോർപ്പിക്കുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. പൗലോസാണ് സ്ഥാപിച്ചത്. ദൈവസഭയ്ക്ക് ശുശ്രൂഷകന്മാരായി പൗലോസിന്റെ യാത്രയിൽ ശുശ്രൂഷകരെ വിളിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. അവിടെ പറയുകയാണ്, നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഐ ആം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. അതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയായിരിക്കും. താഴെ പറയുകയാണ്, ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെച്ചില്ല. പിന്നെയും പൗലോസ് അതിനെ എടുത്ത് പറയുകയാണ്, ഞാൻ ആലോചന ഒട്ടും മറച്ചു വെച്ചിട്ടില്ല. അത് വളരെ ആ സഭയ്ക്ക് കിട്ടിയ ഒരു ബ്ലെസ്സിംഗ് ആണ്. ദൈവത്തിന്റെ പ്ലാൻ ഒട്ടും മറച്ചു വെക്കാതെ ശുശ്രൂഷിക്കുന്ന ഒരു ശുശ്രൂഷകനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബ്ലെസ്സിംഗ് ആണ്. മുട്ടുവേദന മാറ്റിത്തരുന്ന, പല്ലുവേദന മാറ്റിത്തരുന്ന, തലവേദന മാറ്റിത്തരുന്ന, കടഭാരം മാറ്റിത്തരുന്ന, പ്രതിസന്ധികൾ മാറ്റിത്തരുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല പരിചയപ്പെടുത്തേണ്ടത്. ഈ നശിച്ച ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് കറയും ചുളുക്കവും മാറ്റവും മാലിന്യവും ഇല്ലാതെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്ന ഒരു കർത്താവിനെയാണ് പരിചയപ്പെടുത്തി തരേണ്ടത്. അത്തരത്തിൽ ദൈവജനത്തിന് പ്രയോജനമുള്ളത് പരിചയപ്പെടുത്താതെ അതിൽ കുറഞ്ഞ സന്ദേശങ്ങൾ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തി നമ്മളെ ഈ ഭൂമിയിൽ നടത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് കഥയൊന്നുമില്ല എന്ന് ദൈവജനം തിരിച്ചറിഞ്ഞിരിക്കണം. ഇവിടെ ദേ പൗലോസ് പറയുക, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭൗതികമായതല്ല ഞാൻ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. ജനത്തിന്റെ ആത്മീക വർധനവിനുള്ളത് മുഴുവൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉറപ്പ് എഫേസ്യ ലേഖനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിലുടനീളം വാരി നിറച്ചിരിക്കുന്നത് ഒരു ദൈവസഭയ്ക്ക് നിലനിൽക്കാൻ ആവശ്യമായ, ഒരു ദൈവഭക്തന് നിലനിൽക്കുവാൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളാണ് പൗലോസ് അതിനകത്ത് പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നാളത്തെ പ്രസംഗത്തിൽ ഞാൻ അത് ഉൾപ്പെടുത്താം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അപ്പൊ ഉപദേശിമാരോടായി പൗലോസിന് പറയാനുള്ളത്, നിങ്ങളെ തന്നെ സൂക്ഷിക്കണം. ഇത് വളരെ പ്രധാനമാണ്. ഈ അന്ത്യകാലം എത്തി നിൽക്കുന്ന നമ്മൾ, കർത്താവിന്റെ വരവിന് വേണ്ടി ആവലോടെ നിൽക്കുന്ന നമ്മൾ, നാം തന്നെ നമ്മളെ സൂക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നമുക്ക് വേണ്ടി മറ്റാരും കച്ചകെട്ടില്ല, നമുക്ക് വേണ്ടി മറ്റാരും മെനക്കെടില്ല. നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മേൽ തന്നെയാണ്. അതിന്റെ ഉത്തരവാദിത്വം മറ്റാരുടെയും മേൽ കെട്ടിവെക്കാൻ നമുക്കാവില്ല എന്ന വസ്തുത തിരിച്ചറിഞ്ഞിരിക്കണം. നമ്പർ 1, നിങ്ങളെ തന്നെയും. നമ്പർ 2, കർത്താവ് തന്റെ രക്തത്താൽ സമ്പാദിച്ച് പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ഈ ആട്ടിൻകൂട്ടത്തെ മുഴുവനും നിങ്ങൾ സൂക്ഷിക്കണം. അടുത്തതാണ് പ്രധാനം. 2 കാര്യം പൗലോസ് മെൻഷൻ ചെയ്യുന്നു. നമ്പർ 1, ഞാൻ പോയ ശേഷം. ദാറ്റ് മീൻസ് ഞാനിപ്പോൾ പോവുകയാണ്. ഇതുവരെയും എൻ്റെ പ്രാർത്ഥന ഈ സഭയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, ഇതുവരെയും എൻ്റെ ശ്രദ്ധ ഈ സഭയോടുള്ള ബന്ധത്തിലുണ്ടായിരുന്നു, ഇതുവരെയും ഞാൻ ലേഖനങ്ങൾ എഴുതി സഭയെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഏത് പ്രശ്നം വന്നാലും പ്രതിസന്ധി വന്നാലും ഉടനെ എനിക്കതിൽ ഇടപെടാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ബട്ട് നൗ ഞാൻ പോകാൻ പോവുകയാണ്. ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ, കൊടിയ ചെന്നായ്ക്കളെ, ഫെറോഷ്യസ് വൂൾസ് നിങ്ങളുടെ ഇടയിൽ കിടക്കും. സ്തോത്രം. അവിടെ വളരെ ഗംഭീരമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പോയ ശേഷം, കാരണം ഇതുവരെയും വരാത്തതിന് കാരണം
പൗലോസ് ഒരു കൂറ്റൻ മതിലായി, ഒരു വലിയ പട്ടാളക്കാരനായി, പൗലോസ് ദൈവസഭ സ്ഥാപിച്ചതിന് ശേഷം ദൈവസഭയ്ക്ക് ഒരു പ്രൊട്ടക്ടറായി അവിടെ നിൽക്കുകയാണ്, ഒരു സംരക്ഷകനായി ആ സഭയ്ക്ക് വേണ്ടി പൗലോസ് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞു, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാൻ സാധ്യതയില്ലാത്ത, ഫെറോഷ്യസ് ആയിട്ടുള്ള, നിർദ്ദയരായിട്ടുള്ള, ക്രൂരരായിട്ടുള്ള, ആടിന്റെ നിത്യതയെക്കുറിച്ച് യാതൊരു ദർശനവുമില്ലാത്ത, അവരുടെ പാലും തോലും ഇറച്ചിയും മാത്രം നോട്ടമുള്ള ഒരു ഗ്രൂപ്പ് വന്ന് നിങ്ങളുടെ സഭയ്ക്കകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. വളരെ ഗൗരവമായൊരു സന്ദേശമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പുറത്തു നിന്ന് കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ സഭയ്ക്കകത്ത് കടക്കാൻ സാധ്യതയുണ്ട്. നമ്പർ 2, 30 ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി. ഉണ്ടോ? ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. 2 കാര്യങ്ങളാണ് പൗലോസിന് ദൈവസഭയോട് ഓർപ്പിക്കാനുള്ളത്. കാരണം അത്തരത്തിൽ ദുരുപദേശം ഉലകമെമ്പാടും ഒരു മലീമസമാക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് പൗലോസിന്റെ സഭാസ്ഥാപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവർത്തികളിലൊക്കെ നമുക്കറിയാം, ലേഖനങ്ങളിൽ നമുക്കറിയാം, പൗലോസ് ഓരോ കാര്യങ്ങളെയും വളരെ വസ്തുനിഷ്ഠമായി കൃത്യതയോടുകൂടി സ്തോത്രം അവതരിപ്പിച്ചുകൊണ്ട് സഭകൾക്കകത്ത് ഉടലെടുത്തിരുന്ന ഈ സകല പ്രശ്നങ്ങളെയും പരിഹരിച്ചിരുന്ന ഒരു മനുഷ്യനാണ് പൗലോസ് എന്ന് നമ്മൾ അറിയണം. സ്തോത്രം. അങ്ങനെ സഭകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന പൗലോസ് തൻ്റെ യാത്രയുടെ അവസാനത്തിൽ സഭയോടായി പറയുകയാണ്, 2 കാര്യം പ്രധാനം. 1, ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത കുറുക്കന്മാർ പുറത്തു നിന്ന് നിങ്ങളുടെ സഭയ്ക്കകത്തേക്ക് കടക്കും. നമ്പർ 2, നിങ്ങളുടെ അകത്ത് നിന്ന് ചിലർ എഴുന്നേൽക്കാനും സാധ്യതയുണ്ട്. 2 കാര്യങ്ങൾ വളരെ പ്രധാനമായി പൗലോസ് എടുത്തുദ്ധരിക്കുന്നു. അകത്ത് നിന്നും ആൾ എഴുന്നേൽക്കും, പുറത്തു നിന്നും വരും. നിങ്ങളത് സൂക്ഷിക്കണം. നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ, അടുത്ത് പറയുന്നതാണ് 31, ഉണർന്നിരിപ്പീൻ. സ്തോത്രം. ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം നിങ്ങളുടെ ഇടയിൽ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. 3 കൊല്ലം ദൈവസഭയ്ക്ക് വേണ്ടി വില കൊടുത്ത് കണ്ണുനീർ വാർത്തുകൊണ്ട് രാപ്പകൽ, ആ വാക്കുകൾ വളരെ പ്രധാനമാണ്. രാപ്പകൽ, day night, that means through the full time, the whole time he has spent his time for that church, for the development of the church and for the security of the church and for the progress of the church. ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിൻ്റെ പുറകിൽ ഒരുപാട് വില കൊടുത്തു നിന്നതാണ് പൗലോസ്. അവസാനം തൻ്റെ ശുശ്രൂഷ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഞാൻ പോവുകയാണ്. പൗലോസ് യാത്ര പറഞ്ഞ് പൗലോസ് അവിടം വിടുകയാണ്. ഇനി നമ്മൾ പൗലോസിനെ കാണുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ വാക്കിൽ ഓർപ്പിച്ചു. സഭയുടെ പ്രത്യേകത, ലോകമഹാത്ഭുതങ്ങളിലൊന്നായി അർത്തമീസിന്റെ അമ്പലം ഇരിക്കുന്ന സ്ഥലം, 2 തുറമുഖ പട്ടണം, 3 വ്യാപാര നഗരം. അത്തരത്തിൽ സമ്പന്നമായി ഉയർച്ചയിലാണ് പാപം അതിന് മീതെ മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്നു. ആ സ്ഥലത്തിൽ യേശുവിൻ്റെ സുവിശേഷവുമായി ചെല്ലുക, ജനത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക വളരെ ശ്രമകരമായ കാര്യമാണ്. കരഞ്ഞുകൊണ്ട് പൗലോസ് അവിടെ ദൈവസഭ സ്ഥാപിച്ചു. ദൈവസഭ പീഡനങ്ങളെ നെഞ്ചും നെറ്റിയും കാണിച്ച് എതിർത്തു നിന്നു. പക്ഷെ ദൈവസഭ ക്ഷീണിക്കുവാൻ സാധ്യത പൗലോസ് കണ്ടത് ഉപദേശത്തിനകത്ത് കലർപ്പ് വരുമ്പോഴാണ്. സ്വത്രം. പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ സൂക്ഷിച്ചോണം, അന്ത്യകാലത്ത് കർണരസമാകുമാറ് സ്വത്രം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുന്ന കാലം വരും. കർണരസമാകുമാറ്, സ്വന്തം ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരുണ്ടാകുന്ന കാലം അന്ത്യകാലത്ത് ഉണ്ടാകുമെന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. എത്ര ഗൗരവമെന്ന് നിങ്ങൾ ആലോചിക്കൂ. സ്വത്രം. അത്തരത്തിൽ ഉണ്ടായാൽ ദൈവസഭയ്ക്ക് അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞാൽ, ദുരുപദേശം കടന്നു വന്നാൽ ദൈവസഭയ്ക്ക് അത് ദോഷമുണ്ടാക്കും. പക്ഷേ അടുത്തുള്ള ദൈവദാസന്മാർ അത് ശ്രദ്ധിച്ചില്ലെന്ന് വേണം കരുതാൻ. കാരണം ദൈവസഭ താമസമിന തകർച്ചയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. AD 60കളിൽ എഫെസോസിന് ലേഖനം പൗലോസ് എഴുതുമ്പോൾ എങ്ങനായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടതെന്നതിനെ കുറിച്ച് അടിവരയിട്ട് പ്രസ്താവിക്കുന്നു. ഞാൻ ആ കാര്യങ്ങൾ നാളെ പറയാം. ഇവിടെ പൗലോസ് എഫെസോസിലെ ശുശ്രൂഷകർക്ക് സഭയെ ഹാൻഡ് ഓവർ ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ശരിക്കും പാപനിബിഡമായിരിക്കുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ സഭ നിലനിൽക്കുകയാണ്. നിൽക്കേണ്ടത് എങ്ങനെയെന്നും എഫെസോസിനെ ലേഖനം എഴുതി അവസാനത്തെ അധ്യായം പറയുന്നത്, നിങ്ങൾ യുദ്ധം ചെയ്യണം, സകലത്തോടും നിങ്ങൾ യുദ്ധം ചെയ്യാൻ സർവായുധ വർഗം ധരിച്ച് നിങ്ങൾ തയ്യാറായി നിൽക്കണം. അത്തരത്തിലൊരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കാൻ ലേഖനം എഴുതി കയ്യിൽ കൊടുത്ത് ദൈവസഭയെ ഹാൻഡ് ഓവർ ചെയ്ത് പൗലോസ് യാത്ര പോയി. വർഷം 36 എത്തുമ്പോൾ, 36 35 എത്തുമ്പോൾ AD 96 കർത്താവായ യേശു ക്രിസ്തു
എഫെസോസിലെ സഭാ പാസ്റ്ററായ യോഹന്നാനെ പത്മോസിൽ കൊണ്ടുപോയി ആ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ എഫെസോസിന്റെ കണ്ടീഷൻ പണ്ടത്തതിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. 30 കൊല്ലത്തെ കാലമേ ആയിട്ടുള്ളൂ, ഒരുപാടായിട്ടില്ലെന്നറിയണം. 30 കൊല്ലം എന്ന് പറഞ്ഞാൽ പൗലോസ് രക്ഷയിലേക്ക് കൊണ്ടുവന്ന അതേ വിശ്വാസികൾ തന്നെ ആയിരിക്കാം ഏറിയ പങ്കും ആ സഭയ്ക്കകത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ സഭയ്ക്കകത്തുള്ളതിൽ നല്ലൊരു പങ്കും പൗലോസ് കൃപയാൽ കൊണ്ടുവന്ന ആൾക്കാർ തന്നെയാണെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പൗലോസ് കൃപയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, പൗലോസ് ആക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകർ തന്നെയാകണം നല്ലൊരു പങ്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പൗലോസ് ആരംഭിച്ച സഭ, പൗലോസ് ഉപദേശിച്ച വിശ്വാസികൾ, പൗലോസ് ഗൈഡ് ചെയ്ത ദൈവജനം, പൗലോസിനെ നേരിൽ കണ്ടിട്ടുള്ള ദൈവജനം 30 ആണ്ടപ്പുറത്തേക്ക് പോകുമ്പോൾ കൃപയിൽ അവർക്കൊരു കുറവ് സംഭവിച്ചിരിക്കുന്നു. അവരുടെ ആദ്യത്തെ നിലനിൽപ്പിൽ നിന്ന് ഒരു ഡൗൺഫാൾ സംഭവിച്ചിരിക്കുന്നു. ആ സമയത്താണ് കർത്താവായ യേശുക്രിസ്തു യോഹന്നാനെ പത്മോസിലേക്ക് അയച്ചിട്ട് യോഹന്നാന്റെ അടുക്കലേക്ക് വന്നിട്ട് ആ സഭയ്ക്കൊരു വ്യത്യാസം ആവശ്യമുണ്ട് എന്നും ആ വ്യത്യാസം വരാത്ത പക്ഷം ഈ സഭ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കർത്താവ് പറയുന്ന ഒരു രംഗമാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു യോഹന്നാനെ പത്മോസിൽ കൊണ്ടുവന്നിട്ട് സന്ദേശം പറയുകയാണ്. അതിൽ ആദ്യം കർത്താവ് അവിടെ പരിചയപ്പെടുത്തുന്നത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നവൻ അരുളി ചെയ്യുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സഭയുടെ ശുശ്രൂഷകർ എപ്പോഴും കർത്താവിൻ്റെ വലം കയ്യിലാണ്. അതേറ്റവും അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ്. ഞാൻ അങ്ങോട്ടേക്ക് കടക്കുന്നില്ല. കർത്താവ് നിൽക്കുന്നത് സഭയുടെ നടുവിലാണ്. സഭയുടെ ആവശ്യങ്ങൾ സകലതും നിറവേറ്റിക്കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് നിൽക്കുന്നത് സഭയുടെ നടുവിലാണ്. സകലത്തെയും നിയന്ത്രിക്കുന്ന കർത്താവ് സഭയുടെ നടുവിലാണ്. അടുത്ത് സംസാരിക്കുകയാണ്, ആ കർത്താവ് ശുശ്രൂഷകരെ കർത്താവിൻ്റെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുകയാണ്. ശുശ്രൂഷകർ യാതൊന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടുന്ന കാര്യമില്ല, പ്രതിസന്ധിയിൽ പോകേണ്ടുന്ന കാര്യമില്ല. ശുശ്രൂഷകർ എപ്പോഴും ശുശ്രൂഷകർ തന്നെയാണ്. സ്തോത്രം. അവരെ കർത്താവ് സൂക്ഷിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വലം കയ്യിൽ തന്നെയാണ്. സ്തോത്രം. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഞാൻ ആ ഭാഗം തൽക്കാലം സ്കിപ്പ് ചെയ്യുകയാണ്. സ്തോത്രം. ഇവിടെ അടുത്ത കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്റെ പ്രവൃത്തി അറിയാം, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവം നമ്മെ അറിയുന്ന കർത്താവാണ്. എന്തൊക്കെ വില നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കർത്താവിന് അറിയാം. ഇവിടെ എന്നെ കേൾക്കുന്ന ദൈവജനം ഒരുപാട് പേര് വില കൊടുത്തവരാണ്. രക്ഷയ്ക്ക് വേണ്ടി വില കൊടുത്ത ഒരുപാട് പേരുണ്ട്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ആ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന കുടുംബ സ്വത്തുക്കൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ സ്വത്തുക്കളുടെ അപകാരം നിങ്ങൾ സന്തോഷത്തോടെ സഹിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് പേര് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് അവരുടെ സ്വത്തുവകകൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്കൊരുപാട് നാശനഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരുപാട് പരാജയങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. സ്വത്രം. എന്തുകൊണ്ട് ഇവകൾക്ക് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവരുടെ അകത്തുണ്ടായൊരു പ്രത്യാശയുണ്ട്. അക്കരെ നാട്ടിൽ ചെന്നെത്തുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മകളെക്കുറിച്ചുള്ളൊരു വലിയ പ്രത്യാശ. ആ പ്രത്യാശ ഹൃദയത്തിനകത്ത് കയറിയപ്പോൾ അവരുടെ സ്വത്തുക്കളെ മറ്റുള്ളവർ അപഹരിച്ചത് അവർ സഹിക്കുകയാണ്. എത്ര സന്തോഷമുള്ള കാര്യമെന്ന് നോക്കൂ. നാം ഇന്ന് നിൽക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾക്കറിയാം, കേരളക്കരയിൽ ഒരു വലിയ കൊലപാതകം നടന്നിരിക്കുകയാണ് ചില ദിവസങ്ങൾക്ക് മുമ്പ്. സ്വന്തം ഭാര്യയുടെ സ്വത്തെടുക്കുവാൻ വേണ്ടി ഏക്കർ കണക്കിനുള്ള അവരുടെ സ്വത്തും അവരുടെ സ്വർണങ്ങളും കൈക്കലാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നുകളയാൻ മടിക്കാത്തൊരു മനുഷ്യനെ കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സർപ്പത്തെ അവരുടെ വീടിനകത്തേക്ക് കടത്തിവിട്ട് അവരുടെ ബെഡ്റൂമിനകത്ത് കൊണ്ടുവന്ന് കൂടെയുള്ള ഭാര്യയുടെ, അവൻ്റെ സ്വന്തം മകനെ പ്രസവിച്ച ആ അമ്മയെ, ആ കൊച്ചിനെ, ആ ഭാര്യയെ കൊന്നുകളയാൻ ഒരു സർപ്പത്തെ കൊണ്ടുവന്ന് അതിനെക്കൊണ്ട് വിഷമേൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു ചരിത്രമാണ്, ഒരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെയുള്ള പ്രശ്നം ലോകത്തിൽ ഏത് ആത്മഹത്യ കൊലപാതകം നടന്നാലും അത് മുഴുവൻ പത്രക്കാര് അതിങ്ങനെയാണ് നടന്നതെന്ന് ഫുൾ പിക്ചറൈസ് ചെയ്ത് ഫിഗർ ഔട്ട് ചെയ്ത് ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അടുത്തൊരുത്തൻ തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അത്തരത്തിൽ പിടിക്കപ്പെടാത്ത രീതിയിൽ കുറച്ചുകൂടി ബുദ്ധിയോടുകൂടി ചെയ്യാനാണ് ശ്രമിക്കാറ്. അതാണ് അവർക്കെല്ലാം അപകടം സംഭവിക്കുന്നത്. ഇത്രയധികം ബുദ്ധി ചെലുത്തി ചെയ്തിട്ടുള്ളത് കേരളക്കര ഒരിക്കലും കേട്ടിട്ടില്ലെന്നാണ് പറയുന്നത്. കൊച്ചു കുഞ്ഞുൾപ്പെടെ ഏറ്റവും മുകളിലുള്ളവർ വരെ, വയസ്സായവർ വരെ ഒരേ ശബ്ദത്തിൽ പറയുന്നത്, അവനെ ഇനി വെച്ച്
ആലോചന നടത്തേണ്ട കാര്യമില്ല. കിൽ ഹിം ആൻഡ് എക്സിക്യൂട്ട് ഹിം. അതാണ് എല്ലാവരും പറയുന്നത്. എന്തുകൊണ്ട്? എന്താണ് അത്തരത്തിലൊരു പാപം? ദിവസങ്ങൾ കൊണ്ട് ഹൃദയത്തിനകത്ത് ഒരു പാമ്പിനെ സ്നേഹിച്ചിട്ട് ഭാര്യയെ വെറുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പാമ്പിനോടുള്ള സ്നേഹം പോലും ഭാര്യയോട് കാണിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വത്തിന് അധിക താല്പര്യമുണ്ടായിട്ട് സ്വന്തം ഭാര്യയെ കൊന്നുകളഞ്ഞ് ആയുസ് മുഴുവൻ ജയിലിനകത്ത് കിടക്കാൻ അവൻ പോയത് മാത്രമല്ല, അവൻ്റെ കുടുംബക്കാർക്ക് മുഴുവൻ ഒരു വേദനയായി മാറി. ഒരുത്തൻ്റെ അകത്ത് കത്തിക്കാളിയ ഈ ലോകത്തോടുള്ള പണത്തോടുള്ള ആവേശം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? സമ്പത്തുക്കളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. എന്താ കാര്യം? സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്ന ഹൃദയത്തിലെ ഉറപ്പ്. ആ ഉറപ്പാണ് ആത്മീകനുണ്ടാകേണ്ട ഉറപ്പ്. എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയാണ്, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതൊരു ധൈര്യമാണ്. സകലത്തെയും തള്ളിക്കളയുവാനുള്ളത് ഒരു ധൈര്യമാണ്. അതാ പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എനിക്ക് ദൈവമേൽപ്പിച്ച എൻ്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം. എനിക്ക് എൻ്റെ ആത്മാവിനെ നേടണം. ഇത് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓട്ടം എനിക്ക് തികയ്ക്കണം, എന്നെ ഏൽപ്പിച്ച ഡ്യൂട്ടി എനിക്ക് ഫുൾഫിൽ ചെയ്യണം. ഇത് രണ്ട് മാത്രമേ എനിക്ക് പ്രധാനമുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഈ രണ്ട് ടാസ്കിന് വേണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കിയെല്ലാം ഞാൻ ചപ്പന്നും ചവറന്നും എണ്ണുന്നു. അതുകൊണ്ടാണ് പൗലോസിന് ഇതിൽ വിജയിക്കുവാൻ കഴിയുന്നത്. സ്വത്രം ആ സഭയോട് കർത്താവ് പറയാ, എനിക്കിതിൻ്റെ പ്രയത്നം അറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വില കൊടുത്തിട്ടുള്ളത് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരുപാട് വില നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് സ്വത്തുക്കൾ നിങ്ങൾക്ക് ക്രിസ്തുവിനെ അറിഞ്ഞത് നിമിത്തം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ചിലർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഭാര്യമാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ചിലർക്ക് ഒരുപാട് സമ്പത്തുകൾ, ഒരുപാട് നന്മകൾ, ഭൂമിയിലെ ഒരുപാട് ഭൗതികതകൾ നഷ്ടപ്പെട്ടവർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കണം, ഇനിയും ചിലത് നഷ്ടപ്പെടാനുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ചെക്കിംഗ് പോയിന്റിൽ ഈവൻ അവർ ബോഡി നമ്മൾ പുറത്ത് കളഞ്ഞേ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം നമ്മുടെ പ്രാണപ്രിയന്റെ അടുക്കലേക്ക് നമ്മൾ പറന്ന് ചെല്ലേണ്ടത്. ഓരോന്നോരോന്നായി നമ്മൾ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ഒടുവിൽ നമ്മൾ അക്കരയ്ക്ക് ചെന്ന് പറ്റണം. നിങ്ങൾക്കറിയാം, കൊറോണ ദേശം മുഴുവൻ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ ദേശത്തിലുമുള്ളവർ സ്വന്തം ദേശത്തിലേക്ക് ചെന്നെത്തുവാനുള്ള ആവേശത്തോടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും സ്വന്തം ദേശത്തേക്ക് പോവുക. ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ ആൾക്കാരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സ്വത്രം ഇപ്പോൾ ലഗേജ് കൊണ്ടുപോകാനല്ലേ ആൾക്കാർ താല്പര്യം കാണിക്കുന്നത്. എങ്ങനെങ്കിലും കൊറോണ പിടിക്കാതെ സ്വന്തം ദേശത്തെത്തുക. ഒരുപാട് ലഗേജ് കൊണ്ടുപോകുക അല്ല വിഷയം. ഇപ്പൊ ബാഗേജ്, യു ഹാവ് ടു ലൈറ്റൻ യുവർ ബാഗേജ്, നോ പ്രോബ്ലം. യു ഹാവ് ടു അവോയ്ഡ് യുവർ ക്യാരി ബാഗ്സ്, നോ പ്രോബ്ലം. ഞങ്ങളെ മാത്രം ഒന്ന് അവിടെ എത്തിച്ചാൽ മതി. കണ്ടോ എത്ര ഗൗരവമായിരിക്കുന്നു. സ്വന്തം ശരീരത്തിൽ കാണാൻ കഴിയാത്ത ഒരു വൈറസ് അറ്റാക്ക് ചെയ്യാൻ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയാണ്, ഇൻവിസിബിൾ ആൻഡ് ടെറബിൾ എനിമി. സ്വതന്ത്രം ഒരു കൊറോണയെ പറഞ്ഞതാണ് ഇൻവിസിബിൾ ആൻഡ് ടെറബിൾ എനിമി. ആ ഒരു എനിമി ശരീരത്തിനകത്തേക്ക് ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആളിനെ തന്നെ ഭൂപ്പരപ്പിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമെന്നുള്ള ഉറപ്പ് ജനത്തിന് വന്നപ്പോൾ എന്ത് വില കൊടുത്തും സ്വന്തം നാട്ടിലെത്താൻ എല്ലാം ഉപേക്ഷിച്ചോടാൻ തയ്യാറാകുന്നു എങ്കിൽ എനിക്ക് ഓർപ്പിക്കാനുള്ളത്, എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാലും 70 ഏറെയായാൽ 80, അതിലും ഏറെയായാൽ 100, അതിനപ്പുറം ഇരിക്കാൻ ആരോഗ്യമുള്ള ആരെങ്കിലും ഇവിടുണ്ടോ? അതിനപ്പുറത്തിരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഇവിടുണ്ടോ? കൊറോണ കൊണ്ട് ദേശം മുഴുവൻ എല്ലാവരും ചത്തുകൊണ്ടിരിക്കുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഗോൾഫ് കളിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ചില രാജ്യത്തെങ്കിലുമുള്ള പ്രധാനമന്ത്രിമാർ മുതലക്കണ്ണീരെങ്കിലും ഒഴുക്കുന്നുണ്ട്. ഒരുപാട് പേര് ചത്തുപോയി. അവർക്കൊന്നും കുഴപ്പമില്ലെങ്കിലും, കുറച്ച് വോട്ട് നഷ്ടപ്പെടുമെങ്കിലും വേറെ പ്രയാസമൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും അവർ മുതലക്കണ്ണീരെങ്കിലും ഒഴുക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതുമില്ല. അയാൾ ഗോൾഫ് കളിച്ച് കൂളായിട്ട് നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ജനം അമേരിക്കയിൽ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിൽ കരുതിയിരുന്നത്, അമേരിക്കയിൽ താമസം ഉറപ്പിക്കണം, അതായിരിക്കും നല്ലത്, അല്ലേ? കുഞ്ഞുങ്ങളുടെ കാലം പിന്നെ വളർന്നു കഴിയുമ്പോൾ അമേരിക്കയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിവിലൈസ്ഡ് നേഷനിൽ താമസം ഉറപ്പിക്കണം. പക്ഷേ കൊറോണ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു, ഒരിക്കലും ഒരു രാജ്യത്തും യാത്രയ്ക്ക് പോകരുത്, നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ താമസിക്കുക, അല്ലേ? വളരെ സുന്ദരമാണ്, ചാകാനുള്ള സാധ്യത വളരെ കുറവാണ്, ശവമടക്കം വളരെ സന്തോഷത്തോടെയാണ് കിട്ടുന്നത്, ഒരു പ്രതിസന്ധിയുമില്ല. മറ്റെല്ലാ രാജ്യത്തും ചാകാൻ കണക്കിന് അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവരും സോദോമിലേക്ക് ലോത്ത് പാഞ്ഞതുപോലെ ഉലകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ സുഖിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെന്നുപെട്ടു. ഒറ്റ കൊറോണയുടെ മുമ്പിൽ എല്ലാവരും മുട്ടടിച്ച് നിൽക്കുകയാണ്, എങ്ങോട്ടോടണമെന്ന് പിടിയില്ലാതെ. മാന്യതയും മക്കളെ, കൊറോണ നമ്മളെ ഇത്രയും വലുത് പഠിപ്പിച്ചു എങ്കിൽ ഇത് കാണാനൊക്കാത്തതും ടെറിബിൾ ആയതുമായ ഒരു എനിമിയാണ് കൊറോണ
കൊറോണയെങ്കിൽ അതിനേക്കാളും ഭീകരനായ ഒരാൾ വരാൻ പോവുകയാണ്. ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ നമ്മുടെ തേജസ്വരൂപനായ കർത്താവ് എഴുന്നള്ളുവാൻ പോവുകയാണ്. അന്ന് ലോകത്തിലെവിടെയും പോയി രക്ഷപ്പെടാനാവില്ല. ആ കർത്താവ് വെളിപ്പെടുന്നതിന് മുമ്പ് അതത് രാജ്യത്തുള്ളവർക്ക് അതത് നാട്ടിലേക്ക് പോകാനൊരു ക്രമീകരണം ഒരുക്കുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നത്. ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പേ നാം പ്രിയം വച്ചിരിക്കുന്ന, നാം പൗരത്വം എടുത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് നമ്മളെ കർത്താവ് കൊണ്ടെത്തിച്ചിട്ടാണ് ന്യായവിധി ഇവിടെ അഴിച്ചുവിടാൻ പോകുന്നത്. കാര്യം തിരിച്ചറിയണം. ന്യായവിധി തുടങ്ങുന്നതിന് മുമ്പ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് us ഹാസ് ടു ടേക്ക് അപ്പ്. നമ്മൾ എടുക്കപ്പെട്ടിരിക്കണം. അതിൽ നാം എടുക്കപ്പെട്ടേ തീരൂ. എന്തെങ്കിലും കുറവ് നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഞാൻ വളരെ വേഗത്തിൽ മുമ്പിലേക്ക് കടക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, പ്രയത്നം എനിക്കറിയാം. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ക്രിസ്തു നിമിത്തം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, കർത്താവിൻ്റെ കണക്കിൽ അതുണ്ട്. നിങ്ങളുടെ പ്രയത്നം എനിക്കറിയാം. രണ്ട്, നിങ്ങളുടെ സഹിഷ്ണുത എനിക്കറിയാം. നിങ്ങൾ എന്തൊക്കെ സഹിച്ചു എന്നെനിക്കറിയാം. അല്ലേ? ഇന്ന് സഹിക്കാതെ നിൽക്കാൻ പറ്റുമോ? എന്തെല്ലാം സഹിച്ചിരിക്കണോ അത് സാക്ഷിയിൽ പറയണമെന്നില്ല. ചിലരിങ്ങനെ സാക്ഷി പറയാൻ കിട്ടിയ പിന്നെ സാക്ഷി പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. നോ നീഡ് ഓഫ് ഇറ്റ്, ഗോഡ് ഹാസ് കൗണ്ടഡ് ഇറ്റ്. കർത്താവ് അത് കണക്ക് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല. അടുത്ത് പറയുന്നതാണ് പ്രധാനം. സ്വത്രം, നീ കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. കണ്ടോ? അതൊക്കെ സഭയുടെ ക്വാളിറ്റിയാണ്. ഇതിൽ എത്രയൊക്കെ നമുക്കുള്ളത്? സഹിഷ്ണുത എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. പ്രവൃത്തി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എന്തൊരു പ്രവൃത്തി ചെയ്താലും അതിനൊരു പരസ്യം കൊടുക്കുകയാണ് നമ്മുടെ പതിവ്, അല്ലേ? ഒരു കിറ്റ് കൊടുത്താൽ പാവപ്പെട്ടവർക്ക് കൊറോണയുടെ നടുവിൽ 2 കിറ്റ് മേടിച്ചു കൊടുത്താൽ 4 ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യും. കാരണം അതിൻ്റെ രീതി അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് റിസ്ക് എടുക്കുന്നത് എന്നുള്ളതാണ്. അത് കർത്താവ് ആ രീതിയിൽ അക്കൗണ്ട് ചെയ്യും. സ്വത്രം, ചെവിക്ക് ചെവി അറിയാതെ ഒരുപാട് പേര് കർത്താവിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെടുന്ന ജനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അത് കർത്താവ് ആ രീതിയിൽ അവിടെ കണക്കെഴുതി വെക്കും. ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇവിടെ പറയുന്നത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ പരീക്ഷിച്ച് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ആ സഭയ്ക്കുണ്ടായിരുന്ന അടുത്ത ക്വാളിറ്റി വിവേചനപരമാണ്. അടുത്ത് പിന്നെയും പറയുന്നു സഹിഷ്ണുതയുള്ളതും. എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രതിസന്ധിയിലൂടെ സഭ പോയി എന്നറിയണം. ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ശരിക്കും പ്രതിസന്ധി ദൈവജനം അനുഭവിച്ചു. അത് അവർ സഹിക്കുവാൻ തയ്യാറായി. അടുത്ത് പറയുന്നത് എൻ്റെ നാമം നിമിത്തം സഹിച്ചു. അടുത്ത് പറയുന്നു തളർന്നു പോയില്ല. എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രതിസന്ധിയുടെ വ്യത്യസ്ത കാറ്റഗറിയാണ്. ശരിക്കും ദൈവനാമത്തിന് വേണ്ടി വില കൊടുത്ത സഭയാണ് എഫെസോസിലെ ദൈവസഭ. കർത്താവ് പറയാണ്, അതെല്ലാം എനിക്കറിയാം. അടുത്തൊരു കാര്യം, എങ്കിലും, 4-ാം വാക്യം, എങ്കിലും. കണ്ടോ? നമ്മളൊക്കെ ഈ ചെയ്തിരിക്കുന്ന ഗുണവിശേഷങ്ങളുടെ മെച്ചത്തിലാണ് നമ്മൾ നടക്കുന്നത്. പൗലോസിനോ കർത്താവ് സഭയോട് പറയാണ്, എല്ലാ ഗുണവും നിങ്ങൾക്കുണ്ട്, എങ്കിലും നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. കണ്ടോ? എങ്കിലും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗുണകരമായ ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കും. പുത്രം, ഈ മീറ്റിങ്ങിൻ്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന തോമസ് അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അപ്പൻ ആഞ്ഞിലിത്താനം ദൈവസഭയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്ന ബഹുമാന്യ ദൈവദാസൻ 55-ാം വയസ്സിൽ വിശ്വാസത്തിന് വേണ്ടി മരുന്നെടുക്കാതെ മരിച്ച ആളാണ്. നല്ലൊരു കാര്യമല്ലേ അത്? എൻ്റെ അപ്പൻ്റെ അപ്പനും അമ്മയും 30-ലും 36-ലും മരിച്ചവരാണ്. വയസ്സുകളാണ് ഞാൻ ഈ പറഞ്ഞത്. 30-ാം വയസ്സിലും, എനിക്ക് തോന്നുന്നു 33-ലും 36-ലും അവർ രണ്ടുപേരും മരിച്ചു. ഞാൻ വർഷമല്ല പറയുന്നത്, അവരുടെ വയസ്സാണ് പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് വേണ്ടി മരുന്നെടുക്കാതെ അതിൽ നിലനിന്ന് മരിച്ചവരാണ് അവരൊക്കെ. പക്ഷേ അതൊക്കെ നമുക്ക് ഒരു ഭാഗം പറഞ്ഞു നടക്കാൻ കൊള്ളാമെങ്കിലും ആ ഉപ്പുപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് തഴമ്പ് നമുക്ക് വരാൻ സാധ്യതയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, അവരങ്ങനെ ജീവിച്ചുവെങ്കിൽ അതിൻ്റെ പ്രതിഫലം അവർക്ക്. ഞാനും അതുപോലെ ജീവിച്ചില്ല. അവരുടെ കഥ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പൊങ്ങി നടക്കുകയാണെങ്കിൽ നേട്ടം നമുക്കുണ്ടാവില്ല. നേട്ടം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ വില കൊടുത്തേ മതിയാകത്തുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ ഞാൻ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ക്വാളിറ്റിയും മേന്മകളും ഒരുപാട് സഭകളിൽ പുകഴ്ത്തി പറയാൻ കർത്താവിനുണ്ടെന്ന് വരികിലും ഒന്നുപോലും വിട്ടുകളയാതെ സകലതും പറഞ്ഞ ശേഷം കർത്താവ് പറയാണ്, യു ഹാവ് എ സ്മോൾ ഡിമെറിറ്റ്. നിന്റെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അതുകൊണ്ട് നിന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ല പറഞ്ഞത്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി നീ ചെയ്യണം. സ്വത്രം. അവിടുത്തെ പ്രത്യേകത, കർത്താവ് അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർക്കണം. I'll tell it tomorrow. നാളെ ഞാൻ ആ കാര്യം സംസാരിച്ചോളാം. ഇന്നെനിക്ക് പറയുവാനുള്ളത്, കർത്താവ് പറയുകയാണ്, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ്
ആദ്യ നാളുകളിലെ സ്നേഹത്തെയാണ് നമ്മൾ ആദ്യ സ്നേഹം എന്ന് പറയുന്നത്, അല്ലേ? ആദ്യ കാലത്തിലെ സ്നേഹം എന്ന് പറയുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം ഭയങ്കര സന്തോഷമാണ്. ഒരുമിച്ച് നടക്കത്തുള്ളൂ, പറ്റുമെങ്കിൽ ഒരു പാത്രത്തിൽ നിന്നേ കഴിക്കത്തുള്ളൂ, അല്ലേ? അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. പണ്ടൊക്കെയാണത് കുറച്ചധികം. ഇപ്പോൾ അതിന് കുറച്ച് അയവ് വന്നിട്ടുണ്ട്. കാരണം വിവാഹത്തിന് മുമ്പ് ഒരുപാട് വിളിക്കാനും സംസാരിക്കാനും ചിലപ്പോൾ ഒക്കെ ഒരുമിച്ച് കറങ്ങി നടക്കാനും ഒക്കെ ഉള്ള സൗകര്യമുള്ളത് കൊണ്ട് പണ്ടത്തെ അത്രയും ഉഷാറില്ല. പക്ഷേ പണ്ടത് ഭയങ്കര ഉഷാറാണ്. വിവാഹത്തിന് മുമ്പ് ചിലർ കണ്ടിട്ട് പോലും ഇല്ല, അന്നാ കാണുന്നത്. അപ്പം അന്നൊക്കെ ഭയങ്കര പേടിയായിരിക്കും. പിന്നീട് ആ സ്നേഹം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങുകയാണ്, അല്ലേ? ആദ്യ സ്നേഹം. അപ്പം ഇവിടെ പറഞ്ഞത് ആദ്യത്തെ നാളിലെ സ്നേഹം, ആദ്യ കാലഘട്ടത്തിലെ സ്നേഹം, തമ്മിൽ ഭയങ്കര സ്നേഹം, ഒളിച്ചു വെക്കാൻ ഒന്നുമില്ല, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, എല്ലാം ഷെയർ ചെയ്യുന്നു, ഒന്നും മറച്ചു വെക്കാനില്ല, ഭയങ്കര സ്നേഹം, ഭയങ്കര കരുതൽ, അങ്ങനെയുള്ളൊരു കാലം. മാസം 3 കഴിയുമ്പോൾ വർത്തമാനം കുറയുകയാണ്. രാത്രി മുതൽ നേരം വെളുക്കുവോളം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത് ഒരല്പം കുറയ്ക്കുകയാണ്. പിന്നീട് ദിവസങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ പിന്നെ ഇച്ചിരി കൂടി കുറയ്ക്കുകയാണ്, അല്ലേ? ആദ്യത്തെ മാസങ്ങളിൽ നമ്മൾ ചെന്നിട്ട് അച്ചായൻ എവിടാന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പുള്ളിക്കാർ പറയും, ഇവിടെ നിന്ന് ഇതുവരെ പോയിരിക്കുകയാണ്, അവിടുന്ന് പഴം മേടിച്ചുകൊണ്ട് ഇന്ന കടയിൽ ചെന്ന് അവിടുന്ന് മീനും മേടിച്ചുകൊണ്ട് ഇത്ര സമയത്ത് ഇവിടെ എത്തും. പക്ഷേ മാസം 3 കഴിഞ്ഞാൽ അത്ര കൃത്യതയോടെ ഭാര്യ പറയാൻ സാധ്യതയില്ല. വർഷം 3 കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറയില്ല. എന്ന് പറഞ്ഞാൽ എവിടെ അച്ചാനെന്ന് ചോദിച്ചാൽ ബൈക്ക് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും, നമ്മളടുത്ത് ചോദിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയണം ബൈക്ക് ഉണ്ടോ എന്ന്. ബൈക്ക് ഇല്ലെങ്കിൽ അച്ചാൻ ഇവിടെ അടുത്തെവിടെ പോയിരിക്കുകയാണ്. ബൈക്ക് ഉണ്ടെങ്കിൽ കാർ ഉണ്ടോ എന്ന് നോക്കാൻ പറയും. കാർ ഇല്ലെങ്കിൽ അച്ചാൻ ദൂരെ എവിടെയോ പോയതാണ്. എപ്പോൾ വരും? അതിനെ അച്ചാനെ വിളിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ. എന്താ കാര്യം? കമ്മ്യൂണിക്കേഷൻ കുറവ് വന്നിരിക്കുകയാണ്. കണ്ടോ, വർഷം മാറിയപ്പോൾ വന്ന വ്യത്യാസം കണ്ടോ? ഞാൻ നീണ്ട വർഷങ്ങൾ 10 കൊല്ലം ഒരു ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്നു. അപ്പം ഞാൻ ബൈബിൾ കോളേജിൽ കണ്ടൊരു രസകരമായ സംഭവം, പിള്ളേർ ആദ്യത്തെ വർഷം പഠിക്കാൻ വന്നാൽ നമ്മൾ 10 മണിക്ക് ലൈറ്റ് ഓഫ് ചെയ്യും. പക്ഷേ പിള്ളേർക്ക് അത് ഇഷ്ടമല്ല. കാരണം അവർക്ക് രാത്രിയിൽ ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. നമ്മളത് അനുവദിക്കാറില്ല. 10 മണിക്ക് ഉറങ്ങണം എന്നുള്ളത് നിർബന്ധമാണ്, 5 മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ളത് നിർബന്ധമാണ്. പക്ഷേ ആദ്യം വന്നവൻ പുത്തനച്ചി പുരപ്പുറം തൂക്കുമെന്ന് പറഞ്ഞതുപോലെ ആദ്യം വന്നവന് ബൈബിൾ വായിച്ച് കൊതി തീരുന്നില്ല. അവൻ രാത്രിയിൽ ടോർച്ച് അടിച്ച് വായിക്കാൻ നിർബന്ധം കാണിക്കും. സെക്കൻഡ് ഇയർ വരുമ്പോൾ 10 മണി എന്നുള്ളത് വലിയ കുഴപ്പമില്ല, പിന്നെ അതിനുശേഷം ടോർച്ച് അടിക്കാനൊന്നും നിൽക്കില്ല. പക്ഷെ ഫൈനൽ ഇയർ ആകുമ്പോൾ അവൻ വായിക്കാൻ പറയുന്ന സമയത്ത് പോലും വായിക്കില്ല. എന്ന് പറഞ്ഞാൽ ആദ്യത്തേതിൽ നിന്നൊരു റിസഷനാണ് നമ്മൾ കാണുന്നത്, പ്രോഗ്രസ് അല്ല. പലരുടെയും കുടുംബജീവിതത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. ആദ്യം ഭയങ്കര സ്നേഹം, ഭയങ്കര കൂട്ടായ്മ, ഒരുമിച്ച് കിടക്കൽ, ഒരുമിച്ച് നടക്ക, ഒരുമിച്ച് ആഹാരം. മാസങ്ങൾ കഴിയുമ്പോൾ ഇത് ഓരോന്നോരോന്നായി കുറയ്ക്കുകയും പിന്നെ ഗതികേടെന്നും പറഞ്ഞ് 2 പേരും ഒരു വീട്ടിൽ കഴിയുകയും ചെയ്യുന്ന ദുസ്സഹമായ കാഴ്ച. എന്താണ് സംഭവം? ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നുള്ളതാണ്. ഞങ്ങൾ ചില നാളുകൾക്ക് മുമ്പ് സൂം മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ തോമസ് അങ്കിളും ആൻറ്റിയും നമ്മുടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഇവർ 2 പേരും ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാം അവരുടെ വയസ്സ് എനിക്ക് 80 അടുപ്പിച്ച് വരുമെന്ന് എനിക്ക് തോന്നുന്നു, അതോ അതിന് മേളിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ 2 പേരും ഒരുമിച്ച് ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പം ഞങ്ങൾ തമാശയ്ക്ക് ഞങ്ങൾ ദേവാസ്വന്മാർ തമ്മിൽ വിളിക്കുമ്പോൾ പറയാറുണ്ട്, സ്വത്രം അവർ 2 പേരും ഇരിക്കുന്നത് കണ്ടാൽ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞതുപോലെ തോന്നും. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ആഴ്ച കല്യാണം കഴിഞ്ഞ ആൾക്കാർ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് പോലെ ഈ വയസ്സായ 2 പേരും ഒരുമിച്ചിരുന്നാണ് വചനം കേൾക്കുന്നത്. എത്ര സന്തോഷം! അമേരിക്കയിൽ എത്തിയിട്ട് അവർ 50 കൊല്ലത്തോളം എത്തുകയാണ്. ഇപ്പോഴും അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. അമേരിക്കയിലെ സിസ്റ്റം വേറെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ എല്ലാ തകർച്ചകളുടെ നടുവിലും ഇന്നു വരെ അവരാഭരണം പോലും ധരിക്കുവാനുള്ള താല്പര്യം കാണിക്കാതെ അവരെ തലമുറകളെയും ആ രീതിയിൽ വളർത്തി സ്നേഹബന്ധം അതുപോലെ സൂക്ഷിച്ച് ഭാര്യയും ഭർത്താവും ഈ വയസ്സാം കാലത്തും ഒരുമിച്ചിരിക്കത്തക്ക നിലയിൽ ഒരു കൃപയിലേക്ക് അവർ നിലനിൽക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഗ്രേറ്റ്. അത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യത്തക്ക ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ ഈ ഭൂമിയിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കൗൺസിലിങ്ങിന് വരാറുണ്ട്. ഞാൻ ഫാമിലി കൗൺസിലറാണ്. ഒരുപാട് പേരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരാറുണ്ട്. അതിൽ പലരും എൻ്റെ അടുത്ത് വന്നിട്ട് അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം പറഞ്ഞിട്ട് അവസാനം അവരിങ്ങനെ ദീർഘശ്വാസം വിട്ട് പറയാറുണ്ട്, ഇതങ്ങ് തീരുമല്ലോ പാസ്റ്ററേ. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതം സക്സസ് ആയില്ലെന്ന് അവർക്ക് ഉറപ്പാണ്. ഭർത്താവ് ഇത് ശരിയായില്ലെന്നും ഭാര്യ ഇത് ശരിയായില്ലെന്നും ആണ് അവർ കരുതിയിരിക്കുന്നത്. ഞാൻ വിശദീകരണങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ അവർ കരുതിയിരിക്കുന്നത് അത് അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. പക്ഷേ കുടുംബജീവിതം ശരിയായില്ലെന്ന് അവർക്കറിയാം, എങ്കിലും ഡിവോഴ്സ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. കാരണം 1, 2 പിള്ളേര് എങ്ങനെയായിരിക്കുകയാണ്, 2 സമൂഹത്തിൽ ഇനിയൊരു മാനക്കേടാണ്, 3 സഭയിൽ പേര് പോകും. ഒരുപാട് കാര്യങ്ങളുടെ ഭീതി കാരണം ഡിവോഴ്സ് അവർ ഒഴിവാക്കുന്നു. എങ്കിലും മുമ്പിലേക്ക് പോകാൻ അവർക്കൊരു ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതങ്ങ് അവസാനിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ എവർലാസ്റ്റിംഗ്, ഇതങ്ങ് തീരുമല്ലോ എന്ന് പറഞ്ഞാൽ മരണത്തോട് ഇത് അവസാനിക്കുമല്ലോ എന്നുള്ളൊരു പ്രത്യാശയാണ് തകർന്നുപോയ കുടുംബങ്ങളെ മുമ്പിലേക്ക് തള്ളിക്കൊണ്ടു പോകുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. മാന്യ ദൈവമക്കളെ, ഈ ഭൂമിയിൽ മരണം വരെ എന്ന് പറഞ്ഞു വാക്കു പറഞ്ഞിരിക്കുന്ന കൊച്ചു കുടുംബ ജീവിതങ്ങൾ ചില നാളുകൾക്കപ്പുറം അവസാനിക്കുമെന്നതിനാൽ അതിൽ ക്ഷീണമുണ്ടെങ്കിലും നമുക്ക് തള്ളിക്കൊണ്ടു പോകാം. പക്ഷേ കർത്താവുമായി നമ്മൾ ചെയ്തിരിക്കുന്ന എഗ്രിമെന്റ് എവർലാസ്റ്റിംഗ് എഗ്രിമെന്റ്, ഇറ്റ്സ് നോട്ട് എ ടെമ്പററി എഗ്രിമെന്റ്.
ആ എഗ്രിമെന്റ് അതിൻ്റെ ഉഷാറിലേക്ക് പോകുന്നത് മരണത്തിന് ശേഷമാണ്. അതുകൊണ്ട് കർത്താവിനൊരിക്കലും നമ്മളെ മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള, നിത്യതയിൽ നിലനിൽക്കാനുള്ളൊരു ജീവിതമായതുകൊണ്ട് ഒരിക്കലും ആദ്യ സ്നേഹത്തിന് വിള്ളൽ വീണ ഒരു സഭയെ കർത്താവിന് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യ സ്നേഹം വിള്ളൽ വീണാൽ വർഷങ്ങൾ കഴിയുമ്പോൾ വിള്ളൽ വലുതായി അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ട് കർത്താവ് തൻ്റെ കാന്തയായി തിരഞ്ഞെടുത്ത് നിത്യതയ്ക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന തൻ്റെ കാന്തയോട് കർത്താവ് പറയാണ്, നിനക്കൊരു കുറവുണ്ട്, ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. മാന്യതയോ മക്കളെ, എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് സംസാരിക്കുവാനുള്ളത്, നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ രക്ഷിക്കപ്പെട്ടു വന്നു, എങ്ങനെ രക്ഷിക്കപ്പെട്ടു വന്നു, അന്നത്തതിൽ നിന്നും വളർന്നിട്ടുണ്ടോ, തളർന്നിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട, അത് നമുക്ക് അപകടമായിരിക്കും. നാളെ രാത്രിയിൽ ഞാനതിൻ്റെ ഗൗരവമേറിയ സന്ദേശം പറയാം. രണ്ടാം വരവിന് എടുത്തുകൊള്ളപ്പെടാൻ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം, എഫെസോസിലേക്ക് നമുക്ക് തിരിച്ചു വരാം. കർത്താവായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പാസ്റ്റർ ഷിബിൻ അലക്സ് അവസാനം പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനും വാക്കുമാറാത്തവനും ഞങ്ങളുടെ ജീവന്റെ ഉടയവനുമായ നല്ല കർത്താവേ, ഈ സുവിശേഷ യോഗത്തിന്റെ കർത്താവേ, ഈ രാത്രികാലം അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതിനാൽ നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിലായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ, ആരെക്കാളും ഞങ്ങളെ നന്നായി അറിയുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്ന് രാത്രികാലം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം ഇത്രത്തോളം നീ ഞങ്ങളെ സഹായിച്ചു. അതിക്രമങ്ങളാലും പാപികളാലും മരിച്ചവരായിരുന്ന ഞങ്ങളെ വിടുവിച്ച അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും കേൾപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചുവല്ലോ. ഹല്ലേലൂയ. ഇതാ ഞാൻ വേഗം വരുന്നു, മേഘാരുടനായി വരുന്നു. സകല കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. എന്റെ കർത്താവിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നുണ്ട്. നന്ദിയോടെ വാഴ്ത്തുന്നു കർത്താവേ. ഇന്ന് രാത്രികാലം ആ പ്രത്യാശയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സുവിശേഷ യോഗത്തെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചുവല്ലോ. കർത്താവ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയാത്മിക ദിവസങ്ങളെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. എല്ലാവരും നീ അനുഗ്രഹിക്കുമാറാകണമേ. പിതാവിനെ വീണ്ടും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സുവിശേഷ യോഗം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഇത് കാണുന്ന, ഇത് ശ്രവിക്കുന്ന എല്ലാവർക്കും ആത്മീക ചൈതന്യം ഉണ്ടാകുന്നതായി തീരട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം സംസാരിപ്പാൻ കർത്താവിന്റെ ദാസനെ നീ ബലപ്പെടുത്തിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വരവിങ്കൽ കർത്താവേ, അങ്ങയുടെ മുഖം കണ്ട് അങ്ങയെ ആരാധിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും, എല്ലാ സഭകളെയും, എല്ലാ കൂട്ടായ്മകളെയും, എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാം അങ്ങയുടെ നാമത്തിന് മഹത്വമായി തീരും. പ്രാർത്ഥനകളുടെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും ഇന്നു മുതൽ എന്നേക്കും പ്രാർത്ഥിച്ച സകല വിഷയത്തിന്മേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.